തലങ്ങളെന്ന് പറയുന്നത്, ഉപബോധ മനസ്സിന്റെ 5 തലങ്ങളെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇതെങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും? എത്ര സിമ്പിളായിട്ടുള്ള ഉദാഹരണങ്ങളിലൂടെ നമ്മളെ ലൈഫിൽ ഓരോ സ്ഥലത്തും നടന്നു പോയിട്ടുള്ള കാര്യങ്ങളെ ഈ പഠിക്കുന്ന 5 കാര്യങ്ങളും, അതായത് നമ്മളതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ, ഒരു വാഹനം ഓട്ടിക്കാൻ നമുക്ക് അതിന് ഡ്രൈവിംഗ് പഠിക്കുന്നതിന് വേണ്ടി നമുക്ക് അതിൻ്റെ ഒരു എൻജിൻ, അതിൻ്റെ ഒരു മെക്കാനിക്കോ അല്ലെങ്കിൽ അതിൻ്റെ കാറിൻ്റെ മൊത്തത്തിലുള്ള പാർട്സിൻ്റെ പണികളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ അറിയണമെന്നില്ല. ഇവിടെയും നമുക്ക് മനസ്സിൻ്റെ അതിൽ മൊത്തത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതില്ല. നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കിതിനെ എങ്ങനെ വണ്ടി ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ ഡ്രൈവിംഗ് ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരാളിൻ്റെ ആവശ്യം അത് മാത്രമാണ്. അല്ലാതെ അതിൻ്റെ എൻജിൻ പണി അല്ലെങ്കിൽ അതൊന്നും നമുക്ക് പിന്നീട് നമ്മുടെ ലൈഫിൽ നമ്മൾ വാഹനം കൊണ്ട് നടക്കുമ്പോൾ വിവിധ സ്ഥലങ്ങളിൽ വണ്ടി വഴിയിലാകുകയും അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പതിയെ 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 ബാക്കി പഠിച്ചോളൂ. പക്ഷെ നമുക്കിപ്പോൾ ആവശ്യം എന്താ? നമുക്ക് മെയിനായിട്ടുള്ള ആവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്രൈവിംഗ് പഠിക്കണം. അതിന് വേണ്ടുന്ന എന്താണ്? സ്റ്റിയറിങ്, അതുപോലെ ക്ലച്ച്, ബ്രേക്ക്, ഗിയർ, ആക്സിലേറ്റർ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു, ഫസ്റ്റ് ഇട്ടാണ് എടുക്കാനുള്ളത്. നമ്മൾ സെക്കൻഡ് ഇട്ട് എടുത്താൽ അവിടെ എങ്ങനെ ഇരിക്കും? വണ്ടി സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ഇട്ടാൽ നമ്മൾ റൈസ് ചെയ്യാതെ തന്നെ വണ്ടി പതിയെ മുന്നോട്ട് പോകും. ഒരു ഉദാഹരണം നമുക്ക് ഇതിനുവേണ്ടി ഞാൻ പറയുന്നതാണ്. പക്ഷേ നമ്മൾ സെക്കൻഡ് ഇട്ടാണ് എടുക്കണമെങ്കിൽ ഒന്ന് നമ്മൾ അധികം റൈസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ കൃത്യമായി അതിൻ്റെ ഓർഡർ അനുസരിച്ചല്ലാത്തത് കൊണ്ട് നമ്മളെന്ന് പറയുന്ന വാഹനം ഏതൊക്കെ ഗിയർ ഏതൊക്കെ സമയത്താണ് മാറുന്നതെന്നും ഒരു പക്ഷേ നമ്മളത് മനസ്സിലാക്കുന്നില്ല. പല രീതിയിലായിരിക്കും. ചിലപ്പോൾ ഫസ്റ്റ് ടേണിൽ നമ്മൾ ഫോർത്തിലായിരിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയെ സഡൻലി ഫസ്റ്റിലാക്കി പിടിക്കുകയായിരിക്കും. ഇങ്ങനെ നിരവധി, അതിൻ്റെ ഒരു ഓർഡർ തെറ്റിച്ചാണ് നമ്മൾ ശരിക്ക് ഇപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, വണ്ടിയുടെ ഡ്രൈവിംഗ് അറിയുക എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഈ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിനെ ഡ്രൈവ് ചെയ്യാനായിട്ട് പ്രധാനപ്പെട്ട അറിഞ്ഞിരിക്കേണ്ട ഈ 5 കാര്യങ്ങളാണ്. 5 കാര്യങ്ങളല്ല, സത്യത്തിൽ മൊത്തം 7 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ കോൺഷ്യസ് മൈൻഡ്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടോളണേ, എങ്ങനെയാണ് നമ്മൾ ഈ മനസ്സിനെ ചെയ്യുന്നത്. അതായത് ഒന്ന് കോൺഷ്യസ് മൈൻഡ്, അത് മുന്നിൽ നിൽക്കുന്ന ആളെന്ന് വിചാരിക്കുക. പിന്നെ സബ് കോൺഷ്യസ് മൈൻഡിനെ 5 ആയിട്ട് തിരിച്ചിട്ട് ആ 5 പേര് വരുന്ന ഒരു ടീം, സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഒരു ടീം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരാളുണ്ട്, പിന്നെ ലാസ്റ്റ് വരുന്ന ഒരാളുണ്ട്. അദ്ദേഹം എന്ന് പറയുന്നത് കോസ്മിക് തലം എന്ന് പറയുന്ന സ്ഥലമാണ്. കോസ്മിക് തലം. ഇപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു തലവും കൂടി പരിചയപ്പെടും. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കും. അത് അങ്ങനെയാണ് നമുക്ക് ഇതിൽ വരുന്ന 7 തലങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കും. നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞു. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഡ്രൈവിംഗ് അറിയാമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് വാഹനം ഓടിക്കാൻ പറ്റും. പക്ഷെ നമ്മളുടെ ലക്ഷ്യസ്ഥലത്തേക്ക് നമുക്ക് ഈ വാഹനം കൊണ്ടുപോകണമെങ്കിൽ, ഇത് റോഡിലേക്ക് ഇറക്കണമെങ്കിൽ തീർച്ചയായിട്ടും റോഡ് നിയമങ്ങൾ അറിഞ്ഞിരിക്കണം. റോഡ് നിയമം, നമ്മൾ ഡ്രൈവിംഗ് അറിയാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ റോഡ് നിയമം പഠിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സകല സ്ഥലത്തുനിന്ന് പെറ്റിയും അപകടവും ഇത്തരം സാധ്യതകൾ ഏറും. അതേപോലെയാണ് ഇതിനകത്ത് പറയുന്ന കോസ്മിക് തത്വങ്ങൾ. നമ്മൾ പറയുന്ന കോസ്മിക് തത്വങ്ങൾ എന്ന് പറയുന്നത് റോഡ് നിയമങ്ങൾ പോലെ പ്രപഞ്ചത്തിന്റെ സ്വഭാവം അനുസരിച്ച് മനസ്സിന് ചില തത്വങ്ങളുണ്ട്. ആ തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നടക്കുന്ന ഏത് മഹാത്ഭുതങ്ങളും നടക്കുന്നത്. അങ്ങനെ തന്നെയാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിനെ വളരെ സിമ്പിൾ വെച്ചാണെങ്കിൽ ഈ ഒരു തലം മനസ്സിലാക്കിയാൽ, ഈ തലം മനസ്സിലാക്കി കഴിഞ്ഞാൽ, മനസ്സിലാക്കലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ആ സിദ്ധി നേടിയെടുക്കല്ല ഞാൻ പറയുന്നത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഇവിടെ നടക്കുന്ന മനുഷ്യരുടെ ഉള്ള എല്ലാ മേഖലയിലുള്ള ഒരു നല്ലൊരു കാഴ്ചപ്പാട് നമുക്ക് കിട്ടും.
അതിലൊരു സംശയമില്ല. കാരണം ലോ ഓഫ് അട്രാക്ഷൻ ആയാലും, അല്ലെങ്കിൽ അമാനുഷികപരമായി പറയുന്ന പല കാര്യങ്ങളെയും, അല്ലെങ്കിൽ ഹീലിംഗ് ലെവലിലുള്ള കാര്യങ്ങളായാലും, ഏത് അത്ഭുതപരമായ കാര്യങ്ങളായാലും, അല്ലാതെ ഒരാളുടെ പ്രശ്നമായാൽ നമുക്ക് ഈസിയായി പറയാൻ പറ്റും. നമുക്കതിനെ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു ഇതാണ്. പക്ഷേ ഈ 7 മനസ്സിൻ്റെ തലവും അത് കഴിഞ്ഞ് ഈ പറയുന്ന ഏകദേശം 8ഓളം കോസ്മിക് തത്വങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. നിരവധി കോസ്മിക് തത്വങ്ങളുണ്ട്. അതിൽ 8ഓളം കോസ്മിക് തത്വങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ആ കോസ്മിക് തത്വങ്ങളും കൂടി ഉൾപ്പെടുമ്പോൾ നമുക്കത് ആർക്കും അനലൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇവിടെ വളരെ സിമ്പിൾ എന്ന് നമുക്ക് കാര്യങ്ങളെ വളരെ വളരെ സിമ്പിൾ ഉദാഹരണത്തിലുള്ള സാധാരണക്കാർ, അല്ലെങ്കിൽ ഇതിനു വേണ്ടി പ്രത്യേക ബ്രെയിനൊന്നും നമ്മൾ അതിനു വേണ്ടി മാറ്റി വെച്ചൊന്നും പഠിച്ചെടുക്കാൻ പറ്റില്ല. നമ്മൾ നമ്മുടേതായ ഒരു തിരക്കിലൂടെ സഞ്ചരിക്കുകയാണ്. അപ്പം നമ്മളുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനകത്ത് കുറച്ച് എളുപ്പമാക്കാനാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പോകുന്നത്. അല്ല, നമ്മൾ ഇത് പഠിച്ചിട്ട് പ്രത്യേക ഒരു സ്ഥലത്തേക്ക് നമ്മൾ വാഹനം ഓടിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മളെ നിത്യജീവിതത്തിൽ നമ്മൾ എങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത് അങ്ങോട്ട് തന്നെയാണ് നമ്മൾ കുറച്ചുകൂടെ വേഗതയിൽ പോകാനാണ് എന്ത് ചെയ്യുന്നത്, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ തത്വങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തലം തന്നെയാണ് നമ്മൾ ഇന്നും ചർച്ച ചെയ്യപ്പെട്ട നമ്മുടെ ഉപബോധ ശരീര നിയന്ത്രണ തലം എന്ന് പറയുന്ന തലം. അത് നമ്മുടെ ലൈഫിൽ ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട നമ്മളെ ശരീരത്തിൻ്റെ നിയന്ത്രണവും, അതായത് നമ്മുടെ സോഫ്റ്റ് മെമ്മറി, മസിൽ മെമ്മറി തന്നെ സോഫ്റ്റ് മെമ്മറി ഉണ്ട്, ഹാർഡ് മെമ്മറി ഉണ്ട്, അറിയാമല്ലോ. അപ്പോൾ സോഫ്റ്റ് മെമ്മറി ആയിട്ട് ഹാർഡ് മെമ്മറി ഓൾറെഡി നമുക്ക് ഈസിയായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ സോഫ്റ്റ് മെമ്മറിയെ ചലിപ്പിക്കുക എന്ന് പറയുന്നത്, സോഫ്റ്റ് മെമ്മറി അല്ല, സോഫ്റ്റ് മസിലിനെ ചലിപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച് പണിയെടുക്കേണ്ട കാര്യമാണ്. പക്ഷെ നമ്മൾ ഹാർഡ് മസിലിന് എന്ത് ചെയ്യാം, നമുക്കൊരു വലിയ വസ്തുവിനെ തള്ളി നീക്കാനോ അല്ലെങ്കിൽ വലിയ വർക്കുകൾ നമുക്ക് ബോധരായി തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഒരു പ്രത്യേകിച്ച് ഇച്ചിരി വെയിറ്റ് എടുക്കാനുള്ളൊരു ഒരു ഇത് മതി. പക്ഷെ അതേസമയം നമ്മളെ കയ്യിൽ നിന്ന് തറയിൽ വീണ ഒരു മുട്ടുപിൻ എടുക്കാനും നമ്മൾ കുറച്ച് പണിയെടുക്കണം, മനസ്സിലല്ലേ? അത് കാരണം അവിടെ നമ്മൾ ഒരു ബ്ലൈഡ് തറയിൽ വീണാൽ അത് എടുക്കാൻ നമ്മൾ കുറച്ച് പണിയെടുക്കണം. സോഫ്റ്റ് മസിലാണ് അവിടെ വീണത്. അപ്പോൾ അതിനേക്കാൾ സോഫ്റ്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഈ ശരീര നിയന്ത്രണ തലത്തിനകത്ത് നടക്കുന്നത്. തീർച്ചയായിട്ടും അത് നമ്മുടെ നിത്യജീവിതത്തിൽ ഓരോ കാര്യത്തിലും, അപ്പോൾ ഞാൻ ഉദാഹരണം പറയുന്നതിനകത്ത് ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ നമ്മളിങ്ങനെ നോക്കണം ഏതൊക്കെ എനിക്ക് ഇണങ്ങിയിട്ടുണ്ട്, എൻ്റെ ലൈഫിൽ ഏതൊക്കെ ഇണങ്ങിയിട്ടുണ്ട്. അതിനോട് നമ്മൾ പോസിറ്റീവായിട്ടുള്ളൊരു അന്തരീക്ഷം, അല്ലെങ്കിൽ ഞാൻ 2 ഉദാഹരണം പറഞ്ഞു, 2 വായിച്ചായിരുന്നോ? ആ PDF ഫയൽ 2 വായിച്ചായിരുന്നോ? വായിക്കാൻ പറ്റില്ല, ഞാൻ കുറച്ച് മുമ്പ് വീട്ടിലെത്തിയിട്ടുള്ളൂ. കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടൊന്നും ഞാൻ വായിക്കാറുള്ളതായിരുന്നു. അത് ഇത് നിങ്ങൾ ഒരു കാരണം സ്കിപ്പ് ചെയ്ത് കളയരുത്. സ്കിപ്പ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും നമ്മളെ മനസ്സിൽ പഴയ ഉണ്ടായിരുന്ന പ്രോസസ്സേ വരും. അപ്പം അത് നമ്മുടെ ശരീരം, അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. ഇനി രണ്ടാമത്തെ അത് ശരീര നിയന്ത്രണ തലം എന്ന് പറയുന്ന തലം, അതിനെക്കുറിച്ച് ഞാൻ അധികം വിവരിക്കുന്നില്ല. സാർ അത് വായിച്ചു നോക്കണം കേട്ടോ. ബാക്കിയുള്ളവരത് വായിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വായിക്കണം. എന്നാലേ ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് അതിലേക്ക് വരും. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചുകൂടെ നേരത്തെ ഇടണമെന്ന് തോന്നുന്നു, നൈറ്റ് ഇടാനായിരിക്കും നല്ലത് നോട്ട്. അപ്പോൾ വായിച്ചിട്ട് ഇരിക്കാനുള്ള സമയം കിട്ടും. രണ്ടാമത്തെ തലമാണ് സ്മൃതി തലം. സ്മൃതി തലം എന്ന് പറയുന്നത് രണ്ടാമത്തെ തലമാണ്. അപ്പോൾ ഒന്നാമത്തെ തലം ശരീര നിയന്ത്രണ തലം, രണ്ടാമത്തെ സ്മൃതി തലം. ഈസിയാണ്. ഇപ്പോൾ ശരീര നിയന്ത്രണ തലം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ഏതൊരു പ്രവൃത്തിയും നമ്മൾ ആവർത്തിച്ച് ചെയ്യുമ്പോൾ അത് നമ്മളുടെ മനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ശരീര നിയന്ത്രണ തലത്തിലേക്ക് അത് വരും. അത് എത്രമാത്രം നമുക്ക് കിട്ടിയിട്ടുള്ള, അതിൽ നമ്മൾ സന്തോഷമായിട്ടുള്ള അവസ്ഥയിലാണോ അത്രമാത്രം നമ്മുടെ മനസ്സെന്ത് ചെയ്യും, ഇണങ്ങും. നമുക്ക് രാവിലെ ഇപ്പോൾ നേരത്തെ പിള്ളേർക്ക് രാവിലെ എണീറ്റിട്ട് നമുക്ക് പഠിക്കണമെന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് പിറ്റേന്ന് അത് പഠിക്കാനായിട്ട് തയ്യാറായി രാവിലെ ഉണരുമ്പോൾ അത് നിരന്തരമാകുമ്പോൾ നമ്മളുടെ ആഗ്രഹം, അതായത് നമ്മുടെ ലക്ഷ്യം, ആ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള അന്നത്തെ പ്രവർത്തനം, ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്താണ് നമ്മളെ ബോഡി എന്ത് ചെയ്യുന്ന പ്രവർത്തിക്കുന്നത്, ആക്ഷൻ എടുക്കാൻ പ്രവർത്തിക്കുന്നത്. ഇവിടെ ഏത് വിട്ടുപോയാൽ നമ്മളെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ക്ലാരിറ്റി കുറഞ്ഞു പോവുകയോ, അല്ലെങ്കിൽ അതുപോലെ തന്നെ
നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ചുണ്ട്, അന്നത്തെ ആക്ഷനെ കുറിച്ചുള്ള ക്ലാരിറ്റി കുറഞ്ഞു പോയാൽ ശരീരം എന്ത് വർക്ക് ചെയ്യും? ഇത് രണ്ടിലും കണക്ട് ചെയ്താണ് ഈ വർക്ക് കിടക്കുന്നത്. ഞാൻ പറയുന്ന കണക്ഷൻ ആവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അതായത് നമ്മളെ ലക്ഷ്യവും ആ ലക്ഷ്യത്തിന് വേണ്ടി ഇന്ന് നമ്മൾ എടുക്കാനുള്ള പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ശരീരം നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് നിൽക്കുന്നത്. അപ്പം ഇത് ശരീര നിയന്ത്രണ തലമാണെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന നമ്മളുടെ ഓരോ കാര്യത്തിലും നമ്മളുടെ ശരീര നിയന്ത്രണ തലവുമായി, കുട്ടിക്കാലം മുതലുള്ള നമ്മുടെ ശരീര നിയന്ത്രണ തലവുമായി കിട്ടുന്ന റിസൾട്ടാണ് ശരിക്കു പറഞ്ഞാൽ നമ്മളുടെ സ്മൃതി തലം എന്ന് പറയുന്ന നമ്മുടെ ഓർമ്മകളിൽ നമ്മൾ ശേഖരിക്കുന്നത്. ഏതൊരു കാര്യം എടുത്ത് നോക്കിയാലും അത് ശരീര നിയന്ത്രണ തലവുമായി ബന്ധപ്പെട്ട് അവിടെ നമ്മൾ എടുക്കുന്ന റിസൾട്ടുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ഇത്ര സിമ്പിളാണ്. അതായത് നമ്മുടെ ജീവിതത്തിലെ നിത്യജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള നമ്മളെ ഫീലിങ്സ്, വേദന, നമ്മളിൽ ഒരുപാട് വേദന, അതായത് സ്മൃതി തലം എന്ന് പറയുന്നത് മനസ്സിലാക്കണം, ഇന്നലെ വരെ നമ്മൾ അനുഭവിച്ച സന്തോഷങ്ങളായാലും ദുഃഖങ്ങളായാലും ഇത് രേഖപ്പെടുത്തിയിരിക്കുന്ന മനുഷ്യന്റെ ഓർമ്മകൾ എല്ലാം തന്നെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരിടമാണ് ഈ സ്മൃതി തലം. ഓക്കെ. അത് ഇന്നലെ വരെയുള്ള നമുക്ക് സ്ഥലങ്ങൾ, അനുഭവങ്ങൾ, ഈ നിമിഷം വരെയുള്ള അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ മീറ്റിങ്ങിന് മുമ്പ് വരെയുള്ള ആ അനുഭവങ്ങളെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് അതിൻ്റെ റിസൾട്ട് മുമ്പേ, അതായത് ആദ്യം പറഞ്ഞ ഈ ശരീര നിയന്ത്രണ തലത്തിനകത്താണ്, അകത്തൂടെയാണ് ഈ സ്മൃതി തലത്തിലേക്ക് ഡേറ്റാസ് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവണമെങ്കിൽ സ്മൃതി തലത്തിലെ ആത്മവിശ്വാസത്തിലൂടെ എന്ത് ചെയ്യും? ആത്മവിശ്വാസം കണക്ട് ആകും. അപ്പം ശരീരം എപ്പോഴും അതിനെ ടെസ്റ്റ് ചെയ്ത് നോക്കും നമ്മളുടെ ഇത്. അപ്പോൾ ഒരു കാര്യം വളരെ വലിയ ഒരു ലൈബ്രറിയാണെന്ന് വിചാരിക്കാം, വേൾഡ് ലൈബ്രറിയാണ്, ലോകത്തെ ലൈബ്രറിയാണ്, മനസ്സിലായില്ലേ? അത്രമാത്രം ഡേറ്റാസുകളാണ് ഇന്നലെ വരെ ഉള്ളത് നമ്മുടെ ബ്രെയിനിൽ എന്ത് ചെയ്യുന്നത്? സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ചെറുതല്ല, നമുക്ക് കോൺഷ്യസ് മൈൻഡാൽ അത് മൊത്തം എടുക്കാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ അവിടെ എഴുതി വെച്ചിരിക്കുന്ന മഷി ഉണ്ടല്ലോ, അത് നമ്മളുടെ ഫീലിങ്സ് ആണ്. ആ എഴുതപ്പെട്ട മഷികൾ ഫീലിങ്സ് കൊണ്ടാണ് അത് എഴുതിയിരിക്കുന്നത്. ആ ഫീലിങ്സ് കൊണ്ട് എഴുതിയേക്കുന്ന ആ മഷി വെച്ചിട്ട് എഴുതിയിരിക്കുന്നത് അക്ഷരങ്ങളല്ല, ചിത്രങ്ങളാണ്. മനസ്സിലായോ? കണക്ഷൻ ആയോ? നമ്മുടെ കഴിഞ്ഞ കാല ഫീലിങ്സുകളാണ് നമ്മളിലിരിക്കുന്ന പേന. അതായത് നമ്മളെന്നല്ല, സ്മൃതി തലത്തിലിരിക്കുന്ന പേന. അത് എഴുതപ്പെട്ടിരിക്കുന്നത് ആ ഫീലിങ്സ് ആയ മഷി കൊണ്ട് എഴുതിയിരിക്കുന്ന ചിത്രങ്ങളാണ് അവിടെ കിടക്കുന്ന ഡേറ്റാസുകൾ മൊത്തം. ഇതിനെ നമുക്ക് മനുഷ്യന് കൃത്യമായിട്ടും ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇന്ന് മുതൽ നമ്മുടെ ഈ കോഴ്സ് തുടങ്ങുന്ന ഈ സമയം മുതൽ, അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് 10 ദിവസമായി, അതനുസരിച്ച് നമുക്കെല്ലാവർക്കും പലർക്കും ചേഞ്ച് വരുന്നു എന്ന് പറഞ്ഞ കാരണം എന്താണ്? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രതീക്ഷയുടെ, അത് ഈ കോഴ്സിന്റെ പ്രത്യേകതയോ കാര്യങ്ങളോ ഒന്നുമല്ല, നമ്മളുടെ അവനവന്റെ ഉള്ളിലുള്ള പ്രതീക്ഷകൾ വർദ്ധിക്കും തോറും ഓട്ടോമാറ്റിക്കലി അവൻ വരയ്ക്കുന്ന ആ മഷി എന്ന് പറയുന്ന എന്ത് മഷി വെച്ചായിരിക്കും? വളരെ സന്തോഷപരമായോ ലക്ഷ്യബോധമോ ഉള്ള മഷി വെച്ചിട്ടാണ് അവൻ ചിത്രം വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആ ചിത്രം വരച്ച പ്രവർത്തനം മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഈ 2 തലമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഞാനിത് 5 തലവും ഞാൻ ഇതിനെ കണക്ട് ചെയ്ത് പോയിട്ട് നാളെ മറ്റന്നാളെ നോട്ട് ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിനെ പറക്കി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പോകണം. ചർച്ച നമുക്ക് അവിടെ ചെയ്യാം, മനസ്സിലായി? നമ്മൾ ഗ്രൂപ്പിൽ ചെയ്യാം. എല്ലാവരും ചർച്ച ചെയ്യണം. ചർച്ച ചെയ്താൽ മാത്രമേ വരും. ഇപ്പം ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. എല്ലാവരും നിങ്ങളുടേതായ 2-3 അനുഭവങ്ങൾ എടുത്താലേ ഉള്ളൂ. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ആ പ്രായമോ കാര്യങ്ങളോ ഒന്നും ഓർമ്മയില്ല, പക്ഷെ ആ സംഭവം എനിക്ക് ഓർമ്മയുണ്ട്. കാരണം അത് വളരെയധികം നാളുകൾ രജിസ്റ്റർ ചെയ്തപ്പെട്ടത് കൊണ്ടാണ്. അതായത് എൻ്റെ അച്ചാമ്മയുടെ നമ്മുടെ അച്ചാമ്മയുടെ വീട്ടിൽ ഒത്തിരി ആൾക്കാരുണ്ട്. അച്ഛൻ്റെ ചേട്ടന്മാരൊക്കെ 2-3 പേരുണ്ട്. അവരൊക്കെയാണ് സത്യത്തിൽ എനിക്ക് അവരൊക്കെ ഞാൻ ഓർമ്മ വെച്ച കാലത്തൊക്കെ അവർ മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ അതിനു മുമ്പാണ്. അച്ചാമ്മയുടെ വീടും വളരെ കൊച്ചായിരുന്നു. ആ സമയത്ത് നമ്മളെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനായിട്ട് ഇങ്ങനെ മുറ്റത്തല്ല, എറാത്തിരുന്നിട്ട് ഇങ്ങനെ ചോറിട്ട സമയത്ത്
നമ്മൾ കുട്ടികളുടെ അടുത്തൊക്കെ തമാശ പറയുമല്ലോ, അതേപോലെ ഇങ്ങനെ ചെങ്കലവ എന്ന് പറയുന്ന മീൻ അറിയാമോ? ചെങ്കലവ എന്ന് പറയുന്ന ഈ ചുവന്ന മീൻ, നമ്മുടെ നാട്ടിലൊക്കെ ചെങ്കലവ എന്നാണ് പറയുന്നത്. ചെമ്പല്ലിയാണോ? ഓ ഓ, ആ ചുവന്ന മീൻ അല്ലേ, കടലിൽ ഇടണ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിങ്ങനെ ചോറ് വിളമ്പി ഇങ്ങനെ വിളമ്പി എൻ്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് അവിടെ നിന്നുകൊണ്ട് ഏതാ ഒരു കുട്ടികളുടെ അടുത്തൊക്കെ അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ആൾക്കാരെ മുമ്പ് ഇരുന്ന് തമാശ പറഞ്ഞ ഒരു മാമ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, ഒരു അങ്കിൾ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, അവൻ ചെങ്കലവ കൂട്ടൂല, അവന് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. മനസ്സിലല്ലേ? അവൻ ചെങ്കലവ കൂട്ടൂല, അവന് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് അടുത്ത് വരുമ്പോഴാണ് പറയുന്നത്. പക്ഷെ ഓട്ടോമാറ്റിക്കലി എനിക്ക് അതിനെ നിഷേധിക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ വിളമ്പുന്ന ആള് നമുക്ക് വിളമ്പിത്തരുന്ന ആള് സീരിയസ് ആയിട്ട് ചോദിച്ചു, കൂട്ടിലാണോ എന്ന് ചോദിച്ചു. ഞാൻ അപ്പോഴത്തെ സ്റ്റൈലില് കൊച്ചാണ്, വളരെ കൊച്ചാണ്, എനിക്ക് എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയാൻ വയ്യ. ഞാൻ പെട്ടെന്ന് പറഞ്ഞ് ഞാനത് കൂട്ടില്ലെന്ന് പറഞ്ഞു. സത്യത്തില് എനിക്ക് തോന്നുന്ന ഒരു 10-26 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചെങ്കലവ കൂട്ടുന്നവൻ. പിന്നെ ഞാൻ എൻ്റെ ലൈഫിലേ ചെങ്കലവ കൂട്ടില്ല. വീട്ടിൽ തന്നെ പിന്നെ എൻ്റെ ടീനേജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടും സത്യത്തിൽ എവിടെയെങ്കിലും മീൻ എന്താണ് ചെങ്കലവ എന്നെനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. 10-26 വർഷം കഴിഞ്ഞതിന് വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചെങ്കലവ കൂട്ടണത്. എന്ത് ടേസ്റ്റ് എന്നറിയാമോ? മനസ്സിലായില്ലേ? ആ ഒരൊറ്റ മെസ്സേജ് എന്നെ 10-26 വർഷമാണ് ചെങ്കലവയിൽ നിന്ന് ദൂരെ എന്നെ അടർത്തി മാറ്റിയത്. മനസ്സിലായില്ലേ? ഇതൊരു മെസ്സേജാണ്. അതുപോലെ നിരവധി അനുഭവങ്ങൾ ദുഃഖത്തിൻ്റെയും, ഞാനിത് വളരെ നിരവധി നമ്മുടെ ദുഃഖം നമ്മളെ ഉള്ളിൽ ആഡ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതാകുമ്പോഴേ ഇങ്ങനെ ഉള്ള ചെറിയ കാര്യങ്ങൾ വരെ നമ്മളെ ബ്രെയിനിൽ എന്ത് ചെയ്യുന്നു, അവിടെ നമ്മൾ വിധി എഴുതപ്പെടുന്നു. നമ്മൾ അവിടെ ആ രീതിയിൽ സ്ഥാപിച്ചിരുന്നു. എന്തുകൊണ്ട് ഇഷ്ടമല്ല എന്ന് ചോദിച്ചാൽ അറിയില്ല. നമുക്ക് അറിയാവുന്ന, അതായത് നമുക്കിപ്പോൾ ചില കാര്യങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടുന്നു. മൈൻഡ് ഇട്ടേക്കണേ, പോയിന്റ് ഒക്കെ ചെയ്തോളണേ. എല്ലാ കാര്യങ്ങളും എനിക്ക് ഓർത്ത് ഗ്രൂപ്പിൽ പറയാൻ പറ്റില്ല. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോളണം, അല്ലെങ്കിൽ ചിന്തിച്ചോളണം, അത് എടുത്തോളണം. ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമാണ്, ചില കാര്യങ്ങൾ ഇഷ്ടമല്ല. നമ്മൾ ഇന്ന് മുതൽ അത് പരിശോധിച്ചോളണം. എന്തുകൊണ്ട് എനിക്കത് ഇഷ്ടമല്ല, അതിനൊരു കാരണം ഉണ്ടാവണം. എന്തുകൊണ്ട് എനിക്കത് ഇഷ്ടമാണ്, അതിനും കാരണം ഉണ്ടാവണം. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനെ പഠിക്കാൻ വേണ്ടിയാണ്. മനസ്സ് ഏത് രീതിയിലാണ് നമ്മുടെ കാര്യങ്ങൾ, വിഷയങ്ങൾ എടുത്തിരിക്കുന്നതെന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. മനസ്സിലായോ? നമുക്ക് ചില കാര്യങ്ങൾ ഇഷ്ടമല്ലാണ്ട് അതിൻ്റെ ക്വാളിറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം കൊള്ളാത്തത് കൊണ്ടായിരിക്കില്ല, എങ്ങനെയോ നമുക്കത് ഇഷ്ടമല്ലാതായതാണ്. ഇതേപോലെ നമ്മുടെ സ്വഭാവത്തിലുണ്ടാവാം. ചില വ്യക്തികളോട് ചില ആൾക്കാരെ എനിക്ക് ഇഷ്ടമല്ല എന്ന് നമ്മൾ പറയും. പിന്നെ അതായത് നമ്മൾ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ വളരെ നല്ല മനുഷ്യരായിരിക്കും, പക്ഷെ നമുക്ക് കാണുന്ന മാത്രമേ തന്നെ ചില ആൾക്കാരോട് നമുക്ക് അടുക്കാൻ തോന്നത്തില്ല. നമുക്ക് അടുക്കാനായിട്ട് തോന്നത്തില്ല. കാരണം എന്താ പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ എവിടെയെങ്കിലും നമ്മളോടൊരു നെഗറ്റീവ്, അല്ലെങ്കിൽ നമ്മളൊരു മോശപ്പെട്ടതോ, അല്ലെങ്കിൽ നമ്മളെ കണ്ണുകൊണ്ട് ഒരാൾ മറ്റൊരാളോട് മോശപ്പെട്ടതോ കാണിച്ച ആ ആളിൻ്റെ ഏതെങ്കിലും മാനറിസം ഈ വ്യക്തിയിലുണ്ടാവും. അതുകൊണ്ട് നമ്മൾ കാണുന്ന മാത്രമേ തന്നെ എന്ത് ചെയ്യും, ആ ആളിനോട് നമ്മൾ അടുക്കാൻ ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചില ആൾക്കാരെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഉണ്ടല്ലേ? ചില ആൾക്കാരെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ആള് ഭയങ്കര മോശപ്പെട്ട ഒരാളായിരിക്കും. പക്ഷേ നമ്മൾ ആ ആളിനെ കാണുമ്പോൾ നമുക്ക് ആ ആളുമായിട്ട് ഇടപെടാനും സഹകരിക്കാനും തോന്നും. കാരണം എവിടെയെങ്കിലും ഒരു ഫീഡ്ബാക്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മാനറിസവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ബ്രെയിനിൽ കിടപ്പുണ്ട്. അങ്ങനെ നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കണ്ണാടിയാണ് നമ്മൾ ഈ പറയുന്ന സ്മൃതിതലം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കണ്ണാടിയാണ്. നമ്മൾ അതെടുത്തിട്ടിട്ട് ആ കണ്ണാടി ഏത് കളറാണോ ആ കളറാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ പുറമേ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് മനസ്സിൻ്റെ പ്രവർത്തനങ്ങളും എല്ലാ മനുഷ്യർക്കും ഒരുപോലെ തന്നെയാണ്, അതിന് വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ടാണ് അതിൻ്റെ പ്രത്യേകത. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം എല്ലാവർക്കും ഒരുപോലെയാണ്, അല്ലെങ്കിൽ അവയവങ്ങളുള്ളത് എല്ലാവർക്കും ഒരുപോലെയാണ്. അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ അതിൻ്റെ ആരോഗ്യക്കുറവും കാര്യങ്ങളും അങ്ങനെ വ്യത്യാസങ്ങൾ അങ്ങനെ അല്ലാതെ എല്ലാ മനുഷ്യനും ഒരേപോലെയാണ് അവയവങ്ങളുള്ളത്. അതേപോലെയാണ് മനസ്സിൻ്റെ തലങ്ങളും അത് തന്നെയാണ്. പക്ഷേ വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചാൽ വ്യത്യാസം മനോഭാവമാണ്. നമ്മളുടെ മനോഭാവം നമ്മളുടെ
മുന്നിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എത്രയും കാലത്തിൽ നിന്ന് നമ്മൾ അറിയാതെ നമ്മളിലേക്ക് പഠിച്ചെടുത്തതാണ് ഈ മനോഭാവം. ഈ മനോഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മനസ്സ് വ്യത്യസ്ത സ്വഭാവം കാണിക്കുന്നു എന്നുള്ളതല്ലാതെ ലോകത്തെ എല്ലാ മനുഷ്യനും പ്രപഞ്ചം ഒരേപോലെയാണ് അതിൻ്റെ സ്വഭാവ ഘടനയെ വെച്ചിരിക്കുന്നത്. പക്ഷേ പ്രവർത്തന ഘടനയെ വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവൻ്റെ ചിന്തയാണ്, അല്ലെങ്കിൽ ഇവൻ്റെ മനോഭാവമാണ്, ഇവൻ്റെ കാഴ്ചപ്പാടാണ് വ്യത്യസ്തമാക്കുന്നത്. നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ കാഴ്ചപ്പാടാണ്. അപ്പോൾ ഈ കാഴ്ചപ്പാട് എത്രമാത്രം ക്വാളിറ്റി ആക്കുമോ, എത്രമാത്രം വിശ്വാസമാക്കാമോ, അതായത് നമ്മൾ അതുമായി അങ്ങ് ഇണങ്ങണം. അവന് ചേഞ്ച് വന്നാൽ നമ്മൾ ചേഞ്ച് വന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്ന് മുതൽ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇന്ന് മുതൽ എന്നാണ് പറയുന്നത്. ഇന്ന് മുതൽ ഇതിൽ ഓരോരുത്തരും നമ്മളിലൊരു ഒബ്സർവേഷൻ വേണം, അതായത് ഒരു നിരീക്ഷകൻ വേണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു നിരീക്ഷകൻ നമുക്കുണ്ടാവണം. അദ്ദേഹം നമ്മളടുത്ത് എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് സംസാരിക്കണം. റോഡിൽ നിന്നും പോയിരുന്ന് സംസാരിക്കരുത് കേട്ടാ. ഇല്ല, ക്ലാസ്സിന് പോയതിനു ശേഷമാണ് പിന്നെ ഇവന് ഈ ഒരു അസുഖം ഉണ്ടായെന്ന് പറയും. അതല്ല, ഓൾറെഡി നിരീക്ഷിക്കണം. ഞാൻ ഈ നമുക്ക് പ്രാർത്ഥന എന്ന് പറയും, നമ്മൾ കൈ കെട്ടി ഇങ്ങനെ നിൽക്കാം, കൈ കെട്ടി ഇരിക്കാം, മനസ്സിലല്ലേ? നമ്മൾ കൈ കെട്ടാന്ന് വെച്ചാൽ നമ്മൾ കൈ കെട്ടിയിരിക്കാം. അല്ലാതെ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് താഴേക്ക് നമ്മുടെ കാലിൻ്റെ ഭാഗത്തേക്ക് കൈ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കാം, പിറകിൽ കൈ കെട്ടിയിരിക്കാം. ഇങ്ങനെ നിരവധി ഈ 3 രീതി ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് ചെറിയൊരു കാരണം ഈ ബോഡി ലാംഗ്വേജ് അനുസരിച്ച് നമ്മുടെ നിർദ്ദേശങ്ങൾ, നമ്മളെ ബ്രെയിൻ നമ്മളോട് പറയുന്ന നിർദ്ദേശങ്ങൾക്കും വ്യത്യാസം ഉണ്ടാവും. അപ്പം നമ്മളിപ്പോൾ ഒരു സാധാരണ എന്താണ്, നമ്മൾ ഏറ്റവും വലിയ നല്ല പിള്ളാവുന്ന എപ്പോഴാണ്? നല്ല പിള്ളാവുന്നത് നമ്മൾ പ്രാർത്ഥിക്കാൻ സമയത്താണ്. നമ്മൾ വിശ്വസിക്കുന്ന ആ വിശ്വാസത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴാണ് നമ്മൾ നല്ല പിള്ളാവുന്നത്. എന്നുവെച്ചാൽ എനിക്ക് തോന്നുന്നത് ആ സമയത്താണ് ഏറ്റവും വലിയ കളങ്കമുള്ളത്. അല്ലാത്ത സമയത്തൊക്കെ നമ്മളെ യഥാർത്ഥ സ്വഭാവം നമ്മൾ കാണിച്ചിട്ടാണ് ഇരിക്കുന്നത്. പ്രാർത്ഥിക്കാനായിട്ട് ചെല്ലുമ്പോഴത്തേക്കാണ് അവിടെ എന്ത് ചെയ്യണം, നമ്മൾ നല്ല പിള്ള ചെയ്യണം. അപ്പോൾ പിന്നെ ഇങ്ങനെ കൈയൊക്കെ കെട്ടിയിട്ട് ആ വിഗ്രഹത്തിലോട്ടോ അല്ലെങ്കിൽ ആ സ്ഥായിയായ ഒരു സ്ഥലത്തോട്ടൊക്കെ നോക്കിയിട്ട് മുഖമൊക്കെ അങ്ങ് താളത്ത്, ഫോട്ടോ സെൽഫിയൊക്കെ എടുക്കുന്നിടത്ത് നമ്മൾ ഹൈ പിച്ചിലോട്ട് മുഖം പോകണതിൻ്റെ ഓപ്പോസിറ്റാണ്, മനസ്സിലായി? മുഖമൊക്കെ അങ്ങ് തളത്ത് ഇങ്ങനെ നിന്നിട്ട് എനിക്ക് ആരുമില്ല, മനസ്സിലായി? അത് അപ്പം അതുവരെ സർവശക്തനാണല്ലോ. അവർക്ക് മനസ്സിലാവില്ല ഇവൻ ഈ അമ്പലം വരെ വന്നത് എത്ര ജാടകരാണ് നെഞ്ചു പിരിച്ച് വന്നത്. എന്നിട്ട് ഇത്ര പെട്ടെന്ന് ഇവ എങ്ങനെ ഞാനിത് പറഞ്ഞെന്നുള്ളത്, നമ്മളുടെ ബോഡി ഇത് NLP ഒക്കെ ഫോളോ അപ്പ് ചെയ്തവർക്ക് അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ പല സമയത്തും നമ്മളെ നിരീക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മളൊന്ന് പിറകിലേക്ക് കൈകെട്ടുക എന്ന ഒരു അതായത് പിറകിലേക്ക് ഒബ്സർവേഷൻ, പിറകിലേക്ക് കൈകെട്ടിയാൽ നമ്മൾ സ്വാഭാവികമായും ഒരു CP നമ്മളെ തന്നെ നിരീക്ഷിക്കുന്ന ഒരു ജഡ്ജ്മെന്റ് ചെയ്യുന്ന ഒരാൾ വരും. അപ്പോൾ ചില കാര്യങ്ങളെ നമുക്ക് എടുത്ത തീരുമാനങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടി ഒരു ജഡ്ജ്മെന്റ് ആവശ്യമുണ്ട്. ഹലോ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? വേറെ വിഷയമില്ലല്ലോ? കേട്ടില്ല? ആ ശരി, മനസ്സിലായി. എടുത്ത തീരുമാനങ്ങളെ നമ്മളെ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരു ജഡ്ജ്മെന്റ് ആവശ്യം. നമ്മളെ അടുത്ത് ഒന്നുകൂടെ ഒന്ന് സീരിയസ് ആയിട്ടൊക്കെ ഒന്ന് പറയേണ്ടതുണ്ട്. അത് നമ്മൾ മാത്രമാകരുത്, നമ്മളെ നിരീക്ഷിക്കുന്ന ഒരാളും കൂടി. കേട്ടില്ല? ഹലോ സാർ, മൈക്ക് മ്യൂട്ട് ചെയ്ത് നോക്കൂ. ഉന്മേഷ് സാറേ. ഓക്കെ, അല്ലെങ്കിൽ അവിടെ പുറത്ത് സംസാരിക്കുന്നത് കേൾക്കാം. അപ്പൊ ഇത് മനസ്സിലായില്ലേ? ഈ 2 കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പൊ മൂന്നാമത്തെ മൂന്നാമത്തെ തലം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകുന്ന തലമാണ്. മൂന്നാമത്തെ തലമാണ് ഇന്ന് നമ്മളെല്ലാവരും വളരെ ആഴത്തിൽ സ്വപ്നം കാണുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന, നമ്മൾ ഇന്ന് നാളത്തേക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരുങ്ങുന്ന ഈ തലമാണ് ക്രിയാശക്തി തലം എന്ന് പറയുന്നത്. ഇത് കുറച്ച് നമ്മൾ
കുറച്ച് ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രവർത്തിക്കണം. ക്രിയാശക്തി തലം നാളത്തേക്കുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന, തീരുമാനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഏരിയയാണ്. ഇവിടെയാണ് സത്യത്തിൽ എന്താണ് നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനും ഇതെല്ലാം നടക്കുന്നതിൻ്റെത് ഈ ക്രിയാശക്തി തലം എന്ന് പറയുന്നതാണ്. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് നോക്കാൻ പറ്റും. നമ്മൾ ഒരുപക്ഷെ മാനിഫെസ്റ്റേഷനൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഒരുപക്ഷെ ഇത് ഈ ക്രിയാശക്തി തലത്തിലാണ് ഇങ്ങനെയെന്ന് അറിയത്തില്ല, എന്തുകൊണ്ട് നടന്നില്ല. അപ്പോൾ നമ്മൾ വീണ്ടും 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 ഇരുന്ന് എഴുതിയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ പിറകിലേക്ക് പോകണം. സ്മൃതി തലത്തിൽ എന്താണ്, അതായത് നമ്മളിപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ലൈബ്രറി ഉണ്ടല്ലോ, കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞ ലൈബ്രറി. ആ ലൈബ്രറിക്കകത്ത് നിരവധി ബുക്കുകളുണ്ട്. ആ പുസ്തകങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത്, അതിൻ്റെ ആ എഴുതപ്പെട്ട മഷി എന്ന് പറയുന്നത് നമ്മളെ ഫീലിങ്സ് ആണ്, നമ്മുടെ അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങൾ വെച്ച് എഴുതിയേക്കുന്നത് ചിത്രങ്ങളായിട്ടാണ് വരച്ചു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ക്രിയാശക്തി തലത്തിലേക്ക് നമ്മൾ പുതിയൊരു തീരുമാനങ്ങൾ എടുക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ക്രിയാശക്തി തലത്തിലാണ്. ക്രിയാശക്തി തലത്തിൽ നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ ഈ ലൈബ്രറിയിലിരിക്കുന്ന, അതായത് രണ്ടാമത്തെ തലമായ സ്മൃതി തലത്തിൽ ലൈബ്രറിയിലിരിക്കുന്ന ഒരു വാച്ച്മാൻ ഉണ്ട്. അദ്ദേഹം എന്ത് ചെയ്യും? നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് നാളെ മുതൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ രാവിലെ തൊട്ട് പഠിച്ചു തുടങ്ങും എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സ്മൃതി തലത്തിലെ ഈ കാവൽക്കാരൻ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫ് നേരെ ഓടിയിട്ട് ആ ബുക്കിലെടുത്ത് ഇങ്ങനെ മറിച്ച് നോക്കിയിട്ട് അവൻ, അതായത് സുഭാഷ് നാളത്തേക്ക് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് ഈ സ്മൃതി തലത്തിൽ ഒന്ന് നോക്കട്ടെ, ഇവ എങ്ങനെയാണ് എഴുതിയേക്കുന്നത്, എന്ത് വെച്ചാണ്, ഏത് ഫീലിങ്സ് വെച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്, എന്ത് ചിത്രമാണ് വരയ്ക്കുന്നത്, ഇങ്ങനെ നോക്കി ഉടനെ പറയും. ഈ നോക്കുമ്പോൾ ഇന്നലെ വരെ ഉള്ള എല്ലാം പരാജയം തന്നെ, പരാജയത്തിൻ്റെ ഫീലിങ്സ് വെച്ച് തന്നെ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ കാലം പയ്യ അതങ്ങ് അടച്ചു വെച്ചിട്ട് നമ്മളെ ക്രിയാശക്തി തലത്തിൻ്റെ അടുത്ത് പറയും, ചുമ്മയുടെ അവൻ വെറുതെ പറയണേ, നടക്കുന്നില്ല. മനസ്സിലായ ഇത്? എന്നിട്ട് ഇപ്പുറത്തെ എത്ര തവണ ആരാണ് ക്രിയാശക്തി തലത്തിലെ ആൾ ചോദിക്കും, എത്ര തവണ? ഒരുപാട് തവണ കൊണ്ട് ഇത് ആവർത്തിക്കുക തന്നെ, ഇത് നടക്കാൻ സാധ്യതയില്ല. മനസ്സിലായില്ലേ? ഇങ്ങനെ വരും. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ ആദ്യം പോയി ഇപ്പം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സ്മൃതി തലത്തിനകത്ത് നൈസിന് പോയി അവിടെ എന്ത് ചെയ്യുക? നമ്മൾ ചെറിയ കൊച്ചു ടാസ്കുകളൊക്കെ നമ്മൾ മനസ്സിൽ എൻജോയ് ചെയ്ത്, ഇന്നലെ വരെയുള്ള ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് അവിടെ ആ മഷി വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് തിരുത്തി വെച്ചാൽ പിന്നെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ആൾ ഓടിപ്പോയി നോക്കിയിട്ട് കഴിഞ്ഞ മാസം വരെ അവ ഇച്ചിരി ഉടായ്പാണെങ്കിൽ ഈ മാസത്തിൽ റൈറ്റാണ്. മനസ്സിലായില്ലേ? ഇനി അവൻ മിക്കവാറും മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്ന് പറയും. മനസ്സിലായി? ചേട്ടാ, ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് നടക്കുന്ന വർക്ക്. മനസ്സിലായി? അപ്പം ഇത് ക്രിയാശക്തി തലത്തിൽ നടക്കുന്ന വർക്ക് എപ്പോഴും നമ്മളുടെ പഴയ കാലത്തെ റിസൾട്ടുകൾ നോക്കി മാത്രമേ ചെയ്യൂ. അതുകൊണ്ട് നമ്മളിനി എത്ര ശക്തിയായിട്ട് ക്രിയാശക്തി തലത്തിൽ ഞാൻ ചെയ്യും എന്ന് പറഞ്ഞാലും അവിടുത്തെ ആ മഷി എന്താ പറയുക, പോസിറ്റീവായിട്ടുള്ള മഷി വെച്ച് ചിത്രം വരയ്ക്കാത്ത കാലത്തോളം എന്ത് ചെയ്യാൻ പറ്റില്ല, രക്ഷയില്ല. അവിടെയാണ്, അതായത് ഈ ഒരു കാര്യം പറയാം. ഞാൻ പലപ്പോഴും ഉദാഹരണം പറഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നു, പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുള്ളതാണ്. ഒരു പാറയിൽ നിന്ന് നമ്മളൊരു വിഗ്രഹത്തെ കൊത്തിയെടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വിഗ്രഹം ഒരു പ്രതിമയെ കൊത്തിയെടുക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ രണ്ട് രീതിയിലാണ്. അതായത് അപ്പോൾ വളരെ മനോഹരമായ ഒരു പ്രതിമ കൊത്തിയെടുത്തു. അപ്പോൾ അടുത്ത് ചെന്ന ആൾക്കാർ ചോദിച്ചു, ഇതെങ്ങനെ പറ്റി? ഇത്രയും വലിയൊരു രൂപം ഇതിൻ്റെ അകത്തുനിന്ന് എങ്ങനെ എടുത്തു എന്ന് ചോദിക്കുന്നു. അത് അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി അതിനകത്തും? അപ്പോൾ പറഞ്ഞു വെച്ചാൽ, ഞാൻ പ്രതിമയെ എന്ത് ചെയ്തിട്ടില്ല, കൊത്തിയെടുത്തിട്ടില്ല. ഞാൻ ഒരു പ്രതിമ അല്ലെങ്കിൽ ആ ഒരു ശില്പത്തെ എന്ത് ചെയ്തിട്ടില്ല, എടുത്തിട്ടില്ല. അതായത് ശില്പത്തെ എടുക്കല്ല ചെയ്ത, ആ ശില്പത്തിന് ചുറ്റും ഉണ്ടായിരുന്ന വേസ്റ്റ് ഭാഗങ്ങളെ മാറ്റിയാണ് ചെയ്തത്. കാരണം ശില്പം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ആ ശില്പമായിരുന്ന ആ ശില്പത്തെ, അതിൻ്റെ ചുറ്റിലുമുള്ള ഭാഗങ്ങളെ, ആ ശില്പത്തിന് ചേരാതിരുന്ന ഭാഗങ്ങളെ അടിച്ച് കളഞ്ഞപ്പോൾ അത് ശില്പമായി. അല്ലാതെ ഇതിനകത്ത് ശില്പം കുത്തിയെടുത്തല്ല. നമ്മളുടെ ഉപബോധ മനസ്സിനകത്തെ ഈ സ്മൃതി തലത്തിനകത്ത് കിടക്കുന്നത് ഏത് തരത്തിലുള്ള ശില്പമാണോ ആ ശില്പം മാത്രമേ നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റൂ.
അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് മാറ്റം വരുത്താതെ നല്ലൊരു ശില്പം പണിയാതെ നല്ലൊരു ബ്ലൂ പ്രിന്റ് എന്ന് പറയും, ബ്ലൂ പ്രിന്റ് ചെയ്യാതെ നമ്മളെ പ്ലാനിങ്ങിൽ നമ്മൾ ഏതൊരു കാര്യത്തിൻ്റെയും ആദ്യത്തെ ബേസ് ആണ് ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത്. അറിയാവുന്നതാണ്, പല ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടെന്ന് അറിയാം. ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്ന ആ പ്രിന്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതനുസരിച്ച് നമ്മൾ പാർട്ടീഷൻ ചെയ്ത് നമുക്കൊരു വീട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ബേസ് എന്ന് പറയുന്നത് പോലെ ആ ബേസ് എവിടെയാ? ശരിക്കും പറഞ്ഞാൽ ഈ സ്മൃതി തലത്തിനകത്താണ്. ഇനി നമ്മൾ മുന്നോട്ട് പോകുന്ന ഏത് കാര്യത്തിലും സ്മൃതി തലവുമായി ബന്ധപ്പെട്ട് അവിടെ നല്ല പോസിറ്റീവ് വേണമെങ്കിൽ നിർബന്ധപൂർവം നമ്മളുടെ ശരീര നിയന്ത്രണ തലം എന്ത് ചെയ്യണം? ശരീര നിയന്ത്രണ തലത്താൽ പ്രവർത്തിക്കണം. ചെറിയ കാര്യങ്ങളാണെങ്കിലും പ്രവർത്തിച്ച് അതിൽ കിട്ടിയ റിസൾട്ട് എന്ത് ചെയ്യുക? നമ്മൾ ആസ്വദിച്ച് എവിടെ എഴുതണം? നമ്മളുടെ അതായത് ശരീര നിയന്ത്രണ തലത്തിലൂടെ അവിടെ എഴുതാൻ പറ്റും. മനസ്സിലായില്ലേ? ഒരു കുറച്ച് ഉദാഹരണം പറഞ്ഞാൽ പേന ശരീര നിയന്ത്രണ തലമെന്ന് പറയാം. നമുക്കൊരു കൂടുതൽ ലോജിക്ക് മനസ്സിലാക്കാനാണ് ഇത്തരത്തിലുള്ള ഉദാഹരണമാണ്. പേന ശരീര നിയന്ത്രണ തലമാണ്. അതിനകത്തുള്ള മഷി എന്ന് പറയുന്നത് ഫീലിങ്സ് ആണ്. അവിടെ എഴുതപ്പെടുന്നത് ചിത്രങ്ങളാണ്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അതിനെ വിലയിരുത്താം. അങ്ങനെ ഈ ഒരു ആശയ രൂപീകരണം നമുക്ക് കൊണ്ടുവരാം. ഓക്കെ, ഞാൻ എപ്പോഴും ഏത് കാര്യത്തും ആശയ രൂപീകരണം എന്ന് പറയുന്നത് നമ്മൾ ആ പ്രോസസ്സിലാണെങ്കിൽ നമുക്ക് വളരെ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ സാധ്യമല്ല എന്ന് തോന്നുന്ന പല കാര്യത്തിനെയും സാധ്യമാക്കി മാറ്റാൻ നമുക്ക് ഈ ആശയ രൂപീകരണം എന്ന വാക്കുകൊണ്ട് അത് ഗുണം ചെയ്യും. അതുകൊണ്ടാണ് ഞാനത് എപ്പോഴും പറയണം. അപ്പോൾ കറണ്ട് നമ്മൾ ബ്രെയിനിൽ കൊടുക്കുന്ന പോലെയാണ് ആശയ രൂപീകരണം എന്ന് അതിലൊരു ആശയ രൂപീകരണം. അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് വരുമ്പോൾ അതിലോട്ട് നമ്മളെ ചിന്ത പോകും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. അടുത്ത ക്ലാസ്സുകളിൽ അപ്പോൾ ഓരോ സ്റ്റെപ്പ് നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ നമ്മൾ എന്താണോ നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളെ പ്രൊഫഷണലി ചെയ്യുന്ന എന്താണോ അതിൽ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിറയ്ക്കാൻ പറ്റണം. ആ പോസിറ്റീവായിട്ടുള്ള അത് വെറുതെ ഇമാജിനേഷൻ ചെയ്യരുത്. അത് മൂടത്തരമാണ്. നമ്മൾ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചിട്ട് അങ്ങനെയല്ല, ആക്ഷൻ എടുത്ത് ചിന്തിക്കണം. നമ്മൾ അതായത് ആക്ഷൻ മീൻസ് ഞാൻ ഇങ്ങനെ ഒരു ഹൈ ജമ്പ് അങ്ങനെ വലിയൊരു ഇത്ര കിലോമീറ്റർ ഇത്രയും ഉയരത്തിൽ ഞാനത് ചാടുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് ഇരുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുക, ഒന്ന് ബോഡി ഒന്ന് ചലിപ്പിക്കണം. നമ്മൾ ഏതൊരു കാര്യങ്ങൾ തീരുമാനം എടുക്കുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മസിലിനെ ഒന്ന് ആക്ഷൻ എടുത്തു കൊടുത്താൽ അവിടെ ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മൾ ചില കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴത്തേക്കിങ്ങനെ ഇങ്ങനെ ഒരു സ്റ്റൈലൊക്കെ ആലോചിക്കുമ്പോൾ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ആക്കുമല്ലോ. അവിടെ ആരുമില്ല, എന്നാലും നമ്മൾ ഓട്ടോമാറ്റിക്കലി മുടിയൊക്കെ ഒന്ന് ഒതുക്കി ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് വളരെ സന്തോഷം വരുന്ന കാര്യം, അല്ലെങ്കിൽ നമ്മളെ വളരെ ഇഷ്ടപ്പെട്ട ഒരാളിനെയൊക്കെ നമ്മൾ കാണണമെന്നൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെ ആക്കി ചുണ്ടൊക്കെ ഒന്ന് ചുമപ്പിച്ച് ആ ബോഡി അതിനൊപ്പം എന്ത് ചെയ്യാണ്, ആ ബോഡിയൊക്കെ അതിനൊപ്പം അവിടെ റിയാക്ട് ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പം അതായിരിക്കും കൃത്യമായിട്ടും അവിടെ എഴുതപ്പെടുന്നതിൽ ക്ലാരിറ്റി ഉണ്ടാവുക. മനസ്സിലായില്ലേ? അപ്പം ഇതുകൊണ്ട് നമ്മൾ എടുക്കുന്ന തീരുമാനത്തിലും അങ്ങനെ ആയിരിക്കണം. നമ്മൾ രാത്രിയൊക്കെ പെട്ടെന്ന് ഒരു ഐഡിയ ഒക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു ഇതാണ് ഞാൻ പറയുന്നത്. രാത്രി ചിലപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അടുത്ത ഉൾവിളിയൊക്കെ നമ്മൾ പറയുമ്പോൾ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യും. ഉൾവിളിയൊക്കെ നമുക്ക് ഈസിയായിട്ട് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ? അത് പ്രാക്ടീസ് ചെയ്യാനുള്ള നമുക്ക് എന്താണ് സാധാരണ രീതിയിൽ നിന്നുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം, നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ചില ഐഡിയകൾ നമുക്ക് രാത്രിയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ 11 മണിക്കായിരിക്കാം നമ്മളിങ്ങനെ ഐഡിയയാണ് എന്ന് കൊള്ളാലോ ഐഡിയ ആണെന്ന് മനസ്സിലാക്കിയാൽ അപ്പോഴെണീറ്റോളണം. എണീറ്റൊന്ന് ആക്ഷൻ എടുത്ത് ജസ്റ്റ് ഒന്ന് ഇറങ്ങി മുറ്റത്തൊക്കെ ഇറങ്ങി ഒന്ന് നടന്നൊന്ന് ആ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചാൽ അത് നല്ല റിസൾട്ട് കിട്ടും. അല്ലെങ്കിൽ അപ്പോഴും നമുക്ക് നല്ല ക്ലാരിറ്റി ആയിട്ട് തോന്നും. നേരം വെളുക്കുമ്പോൾ എന്ത് ചെയ്യും, ഇന്നലെ എന്തോ ഒരു കാര്യം ഞാൻ നല്ല രീതിയിൽ ആഴത്തിൽ ചിന്തിച്ചല്ലോ, നല്ലൊരു ഐഡിയ കിട്ടിയല്ലോ, അത് പോയെന്ന് വരും. ശരിയല്ലേ? സാധാരണ ഇങ്ങനെ ഐഡിയ വരുമ്പോ സാറ് പറഞ്ഞ കറക്റ്റാണ്. പിന്നെ നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ഒരു ഫോണിൽ ഒരു നോട്ട് പാഡ് പോലത്തെ സാധനം അതിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്തൊക്കെ. അപ്പൊ ഇതിൽ വേറൊരു കാര്യം ഇപ്പൊ ഞാൻ പറഞ്ഞേ, നമുക്കൊരു ഐഡിയ വരുമ്പോൾ അവിടെ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കേണ്ട ഒരു സാധനമുണ്ട്. അതായത് ആ ഐഡിയ കിട്ടും. ആ ഐഡിയ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ
ഒരു പ്ലാൻ വരുമ്പോൾ അതിന് നമ്മളെ ബോഡിക്ക് പ്രത്യേക തരത്തിലുള്ള ഒരു വൈബ്രേഷൻ ഉണ്ടാവും. ആ വൈബ്രേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വിഷയം ഏത് ഡെപ്തിലാണ് വരുന്നതെന്ന് അറിയുന്നത്. പക്ഷെ പിന്നീട് നമുക്ക് ആ വിഷയം ഓർമ്മ വന്നാലും അതിൽ നമ്മൾ ഇന്നലെ കിട്ടിയ ആ ഇത് അത്രയും വാല്യൂ തോന്നാത്തതിൻ്റെ കാരണം അവിടെ നമ്മളെ വൈബ്രേഷൻ ചിലപ്പോൾ താഴ്ന്നിരിക്കും, വ്യത്യാസമായിരിക്കും. മനസ്സിലായോ? ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പെട്ടെന്ന് നമുക്കൊരു ഐഡിയ വരെയാണ്. ആ ഐഡിയ വരുമ്പോൾ നമ്മളെ വൈബ്രേഷൻ വേറെ റേഞ്ച് ആയിരിക്കും. ആ റേഞ്ചിൽ എന്ത് ചെയ്യുക? അപ്പോൾ നമ്മൾ ആ റേഞ്ചിനൊന്ന് നോക്കണം, ഒന്ന് ആലോചിക്കും. നമ്മുടെ വൈബ്രേഷൻ നമുക്ക് സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റണം. ഇതൊക്കെ നമ്മൾ എങ്ങോട്ടാണോ ശ്രദ്ധിക്കുന്നത്, നമ്മുടെ പ്രപഞ്ച തത്വങ്ങളിൽ, കോസ്മിക് തത്വങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തത്വങ്ങളിലൊന്നാണ് ശ്രദ്ധാതത്വം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളതിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് അറിയുന്നില്ല. ഇപ്പോൾ ഉദാഹരണം, നമ്മൾ ഒരു സിറ്റിയിലൂടെ നിരവധി കടലിനടിയിൽ കൂടെ വരുന്നു വിചാരിക്കുക. നമ്മളിങ്ങനെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് കുറച്ച് ഇപ്പുറത്തോട്ട് വന്നതിന് ശേഷം എവിടെയൊക്കെ മെഡിക്കൽ സ്റ്റോർ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മളെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളിന് പല്ലുവേദന ഉണ്ടായിരുന്നു വിചാരിക്കുക, അല്ലെങ്കിൽ തലവേദന ഉണ്ടായിരുന്നു വിചാരിക്കുക. ആ പുള്ളി നമ്മളെ കൂടെ ഉണ്ട് എങ്കിൽ ആ പുള്ളി അതിൽ പോകുന്ന അവിടെ ഉള്ള മെഡിക്കൽ സ്റ്റോറുകൾ എന്ത് ചെയ്യും? ശ്രദ്ധിച്ചിരിക്കും. കാരണം ആ പുള്ളിക്ക് അതുമായി ശ്രദ്ധയുണ്ട്, ആ വിഷയവുമായി ശ്രദ്ധയുണ്ട്. അപ്പം അത് പറഞ്ഞതുപോലെയാണ്, നമ്മളെ ശ്രദ്ധ എങ്ങോട്ടാണോ അങ്ങോട്ട് എന്ത് ചെയ്യും? ഊർജം പ്രവഹിക്കും. ശ്രദ്ധ എങ്ങോട്ട് പോകുന്നോ അങ്ങോട്ട് ഊർജം പ്രവഹിക്കും. അപ്പം ഇത് നമ്മളിത് അറിഞ്ഞിരിക്കുമ്പോൾ തന്നെ ഈ വൈബ്രേഷനെ കുറിച്ച് ഇപ്പോൾ ഒരു ശ്രദ്ധ വന്നേ, എനിക്കൊരു പ്രത്യേക ഐഡിയ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ നമുക്ക് എന്താണ് ആ വൈബ്രേഷൻ വരും. ആ വൈബ്രേഷൻ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ, ഇപ്പം നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടു. ഇനി നിങ്ങൾക്കൊരു ഐഡിയ വരുമ്പോൾ നിങ്ങൾ അപ്പോഴെന്ത് ചെയ്യുക? ആ ഐഡിയക്കൊപ്പം അതിൻ്റെ കൂടെ ആ വൈബ്രേഷനെ കുറിച്ചുകൂടെ ഒന്ന് ഓർമ്മിച്ചേക്കുക. ഓർമ്മിക്കുമ്പോൾ അതിലേക്ക് ശ്രദ്ധ വന്നതുകൊണ്ട് തന്നെ ആ വൈബ്രേഷൻ്റെ കുറച്ച് സിംറ്റംസ് മനസ്സിലല്ലേ നമ്മളുടെ ബ്രെയിനിലേക്ക് അത് സേവ് ചെയ്യപ്പെടും. പിന്നെ നമ്മളത് ആലോചിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വൈബ്രേഷൻ്റെ ഒരു അംശം ഓപ്പൺ ആവും. കാരണം ഓൾറെഡി ആ വൈബ്രേഷനെ കൂടെ നമ്മളെ ബോധപൂർവം നമ്മൾ ശ്രദ്ധിച്ച് ബോധപൂർവം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനകത്തോട്ട് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ വിഷയം ഓർക്കുമ്പോൾ ആ വൈബ്രേഷൻ വരാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എണീച്ചൊക്കെ നടക്കുന്നത് പറയുന്നത് ആ എണീച്ച് നടക്കണം ആ വൈബ്രേഷനെ നമ്മൾ കൂടുതൽ ഹാൻഡിൽ ചെയ്യണം. കുറച്ച് കൂടെ നമ്മൾ ആ വൈബ്രേഷനെ നിർത്തുകയാണ്. മറ്റേ നമ്മൾ നാളത്തേക്കായേ എന്ന് പറയും. നമ്മളിപ്പോൾ നമ്മൾ എഴുതി വെക്കുകയാണെങ്കിൽ എഴുതി തീർന്നു മുടക്കി. അല്ല, ആ വൈബ്രേഷൻ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള നമുക്ക് നമ്മുടെ ലൈഫിൽ ഉപയോഗപ്രദമായ ഐഡിയാസുകളാണെങ്കിൽ ആ വൈബ്രേഷൻ ഏത് സമയം വരെ നിൽക്കും ആ സമയം വരെ അതിന് വേണ്ടി ഒരു പകുതി സമയമെങ്കിലും നമുക്ക് നാളെ ഇനി എത്ര തിരക്കുണ്ടെങ്കിലും ഒരു പരിധി വരെ നമ്മൾ എന്നും കിടന്നുറങ്ങുന്നതിനേക്കാൾ ഒരു സമയമെങ്കിലും കുറച്ചുകൂടെ മാറ്റി ആ ഐഡിയാസിന് വേണ്ടി നമ്മൾ സമയം മാറ്റി വെക്കണം. കാരണം ആ വൈബ്രേഷനെ കുറച്ച് നേരം കൂടെ നമുക്ക് അതിനകത്ത് ഇണങ്ങാൻ പറ്റണം. പിന്നെ നേരത്തെ പറഞ്ഞ മൈൻഡ് മാപ്പ് കൂടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മൈൻഡ് മാപ്പ് ഇത് ശീലിച്ചു കഴിഞ്ഞാൽ വരയ്ക്കാതെ തന്നെ ഒരു കാര്യം ഇങ്ങനെ പറയുമ്പോൾ 4 സൈഡും ഇങ്ങനെ പൊട്ടും, 100 ഉള്ളത് പൊട്ടും. അതാണ് ആ മൈൻഡ് മാപ്പിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ നമുക്ക് കിട്ടുമ്പോൾ നമ്മളൊരു ആശയം കിട്ടുമ്പോൾ ഇതിങ്ങനെ കൊള്ളാം, ഇതിൽ ചേർത്താൽ കൊള്ളാം, സത്യത്തിൽ ഞാൻ ഈ ക്ലാസ് എടുക്കാൻ പറയുമ്പോൾ ഇന്ന് ഞാൻ എന്ത് പറയണമെന്നുള്ള കാര്യത്തിൽ ഞാൻ എവിടെ തുടങ്ങണം, ഏത് തുടങ്ങണം എന്നൊരു ഐഡിയ ഇല്ല ഇരിക്കണേ. ഇത് ഐഡിയ ഇല്ല എന്നല്ല, തീരുമാനിക്കാൻ ഞാൻ പ്രത്യേകിച്ച് തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ഇന്ന കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇതുമായിട്ട് ഇങ്ങനെ കണക്ട് ഞാൻ കൂടുതൽ ചാർജ് ആവുന്ന എപ്പോഴായിരിക്കും? ഞാൻ വെക്കുന്നത് ഞാൻ മെയിൻ സബ്ജക്റ്റ് വെക്കും. ഇന്ന രീതിയിൽ ഈ രീതിയിൽ വിശദീകരിച്ചു കൊണ്ട് പോകണം എന്നുള്ള കാര്യം വെക്കില്ല. അത് വെക്കാത്തതിൻ്റെ കാരണം എന്താണ്? അതായത് അങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത് അതേപോലെ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഈ ക്ലാസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനേ പറ്റില്ല. പക്ഷെ ആ സമയത്ത് നമുക്ക് കിട്ടും. അത് ഈ അറിവും അതിനോടൊപ്പം മൈൻഡ് മാപ്പിൻ്റെ ഒരു കപ്പാസിറ്റി അത് ചെറുതല്ല. നിങ്ങളെല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. അത് മാപ്പിലോട്ടും ഇതിലോട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ ഇപ്പം തന്നെ പലരും എനിക്ക് പേഴ്സണലിലേക്ക് അയച്ചു കഴിഞ്ഞു അതിൻ്റെ റിസൾട്ട്. ഓക്കെ, ഇനി നമുക്ക് പ്രധാനപ്പെട്ട വരുന്ന ഹീലിംഗ് ലെവലാണ്. ഹീലിംഗ് ലെവലിനെ നമ്മുടെ
നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയായിട്ട് മാനസികവും ശാരീരികവുമായിട്ടുള്ള ഹീലിംഗ് ലെവലുമായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷേ ഇവിടെയും എവിടെ നിന്നാണ് ആ ബുക്ക് എടുത്ത് നോക്കുന്നത്? നേരത്തെ പറഞ്ഞ ഈ തലത്തിലും നമ്മളെ സ്മൃതി തലവുമായിട്ട് ബന്ധപ്പെട്ട് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഡേറ്റാസുകൾ തന്നെയാണ്. ഇത് എത്രമാത്രം നമ്മളെ അതൃപ്തിയായിട്ട് കിടക്കുന്ന മനുഷ്യരുണ്ട്, ഒത്തിരി മനുഷ്യരുണ്ട്. പാവം ഏറ്റവും കൂടുതൽ അതൃപ്തരായിട്ടുള്ള ജീവിതത്തിൽ കഷ്ടപ്പെടുന്ന മനുഷ്യരെന്ന് പറഞ്ഞാൽ ഈ ഫുഡ് കഴിക്കുന്നതിന് അതൃപ്തിയുള്ള ആൾക്കാരുണ്ട്. എനിക്കൊരു 1-2 നല്ല വ്യക്തികൾ അറിയാം. അവരുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്. മനസ്സിലല്ലേ? ഫുഡ് കഴിക്കുമ്പോൾ അവരൊരു പ്ലേറ്റിൽ എവിടെയെങ്കിലും ഹോട്ടലിലൊക്കെ കയറിയാൽ എപ്പോഴും മോശപ്പെട്ടതാണ്, പാത്രത്തിൽ അഴുക്കുണ്ടാവാം, അകത്തഴുക്കുണ്ടാവാം, ഇവിടെ ഉണ്ടാകാം എന്നിങ്ങനെയാണ്. അവർക്ക് കഷ്ടകാലത്തിന് അവർ ഇത് എങ്ങനെയൊക്കെ കൊണ്ടു കൊടുത്താലും അല്ല എത്ര വൃത്തി കൊണ്ടു കൊടുത്താലും അതിൽ എവിടെയെങ്കിലും എന്തെങ്കിലും അയാളെ കണ്ടുപിടിക്കുകയും ചെയ്യും. അതിലേ ഉണ്ടാവുകയുള്ളൂ. മനസ്സിലായി? ആഹാരം ഫുഡ് കഴിക്കാനടുത്ത് വരെ അത് അങ്ങനെയുള്ള സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നമ്മളിലോ ഉണ്ടോ? അത് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലായി? അത് വളരെ വലിയ ഭയങ്കരമായിട്ടുള്ളൊരു കഷ്ടമാണ് കേട്ടോ. ആ മനുഷ്യന് ആ ഒരു അവസ്ഥ മരിക്കുന്നത് വരെ എന്താണ് അത് ചുവന്നുകൊണ്ട് നടക്കണമെങ്കിൽ മരിക്കുന്നത് വരെ അത് ഫുഡ് കഴിക്കുന്ന സമയത്ത് കൂടെ ആ സമയത്ത് ഇവർക്ക് ദേഷ്യം ഉണ്ടാവും. ഒത്തിരി എനിക്ക് 2-3 സുഹൃത്തുക്കൾ അറിയാം, നല്ല ഹൈ ലെവലിൽ നിൽക്കുന്ന സുഹൃത്തുക്കളാണ്. പക്ഷെ അവരുടെ ആഹാരം കഴിക്കാൻ പോകുമ്പോൾ നമ്മുടെ തൃപ്തി തന്നെ പോകും. കാരണം എവിടെ പോകുമ്പോൾ അവനെ ഹോട്ടലിൽ കണ്ട ഇത് വേണ്ട അത് വൃത്തിണ്ടാവില്ലേ, ഇത് ഞാൻ പറഞ്ഞു ഭക്ഷണം കഴിക്കാതെ വിട്ട് പോയിടാ, അത് വേണ്ട അവിടെ വൃത്തിണ്ടാവും. ഇനി എന്തെങ്കിലും പറഞ്ഞ് കയറി കഴിഞ്ഞാൽ ഈ താര് പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ കിട്ടും, എന്തെങ്കിലുമൊക്കെ. പിന്നെ നമ്മൾക്കും കൂടി കഴിക്കാൻ തോന്നാത്ത അവസ്ഥ ഉണ്ട്. ഇതുണ്ട്, നമുക്ക് എവിടുന്നേലും ഒന്ന് കഴിച്ചാൽ മതി. അപ്പൊ ഞാനിപ്പോ ഇത് പറഞ്ഞെന്ന് പറയണത് ശരിക്കും പറഞ്ഞാൽ ഈ നെഗറ്റീവുകൾ ഇത്തരത്തിലുള്ള സാധനങ്ങളാണ് നമ്മുടെ സൗഖ്യതലവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ എവിടെ നോക്കുന്ന നമ്മൾ ഈ സ്മൃതി തലത്തിൽ ആ ലൈബ്രറിക്കകത്ത് നോക്കുന്നത് ഈവൻ ഏതൊക്കെ കാര്യത്തിലാണ് തൃപ്തിയും അതൃപ്തിയാണ് പ്രധാനപ്പെട്ട വിഷയം. അത് പല സംഭവങ്ങളുടെയും ആകാരത്തിന് മാത്രമല്ല പല കാര്യങ്ങളുടെയും തൃപ്തിയും അതൃപ്തിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇച്ചിരിയാണ് കിട്ടണമെങ്കിലും തൃപ്തിയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളിന് ഹീലിംഗ് ലെവല്, സൗഖ്യതലത്തിലെ ഹീലിംഗ് ലെവല് ഹൈ പിച്ചായിരിക്കും, അവന് കൂടുതലായിരിക്കും. പക്ഷേ ഒരുപാട് സാധ്യതകളുണ്ട്, ഒരുപാട് കിട്ടും. പക്ഷേ ആ പുള്ളിക്ക് ഹീലിംഗ് ലെവല് വളരെ താഴെയുമായിരിക്കും. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്രവർത്തനത്തിൽ ക്രിയാശക്തി തലത്തിൽ മുന്നോട്ടുള്ള പ്രവർത്തിക്കാൻ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരകത്തും നമ്മുടെ മനസ്സിനുമുള്ള ആരോഗ്യത്തെ അല്ലെങ്കിൽ സന്തോഷത്തെ നിലനിർത്തുന്നതിൻ്റെ പിന്നിൽ, ഹാപ്പിനെസ് നിലനിർത്തുന്നതിൻ്റെ പിന്നിൽ എന്ന് പറയുന്നത് ഈ തൃപ്തിയും അതൃപ്തിയും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അത് ഇനി ഇതിൻ്റെ ഭാഗങ്ങൾ നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടത് നമുക്ക് ഇൻറ്റിഗ്രേറ്റഡ് വെൽനസ് എന്ന് പറയുന്ന മേഖലയിലാണ്. ശരിക്കും സൗഖ്യതലത്തിൻ്റെ പ്രവർത്തനങ്ങൾ മൊത്തം നടക്കുന്ന തിങ്കളാഴ്ചകളിൽ വരുന്ന ഏരിയകളിലാണ് നടക്കുന്നത്. ഞാനിത് കണക്ട് പറഞ്ഞതെന്ന് വെച്ചാൽ അടുത്ത ദിവസമൊക്കെ ഞാൻ ഇടുന്ന സ്മൃതിതലത്തിൻ്റെ നോട്ടാണ്. ആ നോട്ടുകൾ വായിക്കുമ്പോൾ തന്നെ നമുക്കിതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ഓക്കെ. പിന്നെ സഹയജ്ഞാന തലം എന്ന് പറഞ്ഞ തലം, അത് നേരത്തെ പറഞ്ഞ നമ്മുടെ ബ്രെയിനുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രപഞ്ചവുമായിട്ട് നമ്മുടെ തലച്ചോറിൻ്റെ ഏറ്റവും ഉയർന്ന മാനസിക തലമാണത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ 5 തലം വരുന്നത്. 6ാമത്തെ തലം അല്ലെങ്കിൽ പുറത്തുനിന്നിരിക്കുന്നത് കോസ്മിക് തലം എന്ന് പറയുന്ന തലമാണ് നിൽക്കുന്നത്. ഇതിനെ ഞാൻ അതിൽ ഞാൻ വരച്ച് പറഞ്ഞില്ല. ഇത് തമ്മിലുള്ള ഈ മനസ്സിൽ, അതായത് ബോധ മനസ്സിനെ മനുഷ്യന് നേരിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സാധനം. മനസ്സിലായില്ലേ? നേരെ അപ്പുറത്ത് നിങ്ങളത് ഇമാജിനേഷൻ ചെയ്തല്ല, ഞാൻ വരയ്ക്കാതെ പറയണം. അത് വരയ്ക്കണോ? ജസ്റ്റ് വരയ്ക്കണോ? പറഞ്ഞാൽ മതി. നമുക്കൊന്നും മാറണ്ടേ? നമുക്ക് സാറ് പറയുമ്പോ നമുക്ക് ധൈര്യം കയറണ്ടേ? ഓക്കെ. അതായത് ഈ 5 പേരടങ്ങുന്ന ഒരു ടീം അവർ മധ്യത്തിൽ നിൽക്കുന്നതാണ്. ഓക്കെ. 5 പേരടങ്ങുന്ന ഒരു ടീം. നമ്മൾ ഫസ്റ്റ് നിൽക്കുന്ന ബോധ മനസ്സാണ്. ഉപബോധ മനസ്സെന്ന് പറഞ്ഞാൽ 5 പേരാണ്. അത് മനസ്സിലാക്കണം. 5 പേരായിട്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് കോസ്മിക് തലം എന്ന് പറയുന്ന ഏറ്റവും അവസാനത്തെ ഈ ഉപബോധ മനസ്സും കഴിഞ്ഞതിന് ശേഷം
ബോധ മനസ്സ് ഇപ്പുറത്ത് നിൽക്കുന്ന പോലെ തന്നെ ഉപബോധ മനസ്സിന്റെ അപ്പുറത്ത് എന്തുണ്ട്? കോസ്മിക് തലം. കോസ്മിക് തലമുണ്ട്. ഓക്കെ, ഇത് മനസ്സിലാക്കിക്കൊള്ളാം. അപ്പൊ മനുഷ്യന് നേരിട്ട് എപ്പോഴും ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന തലം എന്ന് പറയുന്നത് ബോധതലമാണ്. അവിടെ നിന്ന് കുറച്ച് ഉപബോധ മനസ്സിനകത്ത് കുറച്ചും കൂടെ ഈസിയായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തലമാണ് ഈ പറഞ്ഞ ശരീര നിയന്ത്രണ തലം എന്ന് പറയുന്ന തലം. മനസ്സിലല്ലേ? അതായത് ഈ ബോധ മനസ്സ് പോലെ കുറച്ചും കൂടെ, അതായത് നമുക്ക് എന്തും പ്രവർത്തിക്കാൻ, നമ്മൾ വിചാരിച്ചാൽ പ്രവർത്തിക്കാൻ പറ്റും, നമ്മളെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ ഹൈ ആയിട്ടുള്ള, കുറച്ചുകൂടെ മേലിലോട്ട് നിൽക്കുന്ന തലമാണ് ഈ ഏതാണ്? സ്മൃതി തലം എന്ന് പറയുന്നത്. നമ്മുടെ കഴിഞ്ഞ കാല ഓർമ്മകളും കാര്യങ്ങളും എല്ലാം കഴിയണം. അവിടെ ഇന്നും നമ്മൾ പ്രവർത്തിക്കുക, ഇത്രയും നമ്മൾ പറയുന്ന ഞാനടക്കമുള്ളവർ എടുത്ത തീരുമാനങ്ങൾ ഇപ്പോഴും നടപ്പിലാക്കാൻ അല്ലെങ്കിൽ പറ്റാത്തതിൻ്റെ പിന്നിൽ കിടക്കുന്നതെന്ന് പറയുന്നത് അവിടെയാണ്. അപ്പം ബോധ മനസ്സിനും മനുഷ്യന് ഈസി ആയിട്ട് പ്രവർത്തിപ്പിക്കാൻ പറ്റും. ഉപബോധ മനസ്സിൽ ആദ്യം നമുക്ക് കടന്നു ചെല്ലാൻ പറ്റുന്ന നമ്മുടെ ശരീര നിയന്ത്രണത്തിൻ്റെ ഭാഗ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അതുപോലെ അതിനേക്കാൾ കുറച്ചും കൂടെ മേലിൽ നിൽക്കുന്നതാണ് ഈ സ്മൃതിതലം. ഇതിനകത്തേക്ക് അപ്പം അതിൻ്റെക്കാൾ കുറച്ചും കൂടെ മേലിലാണ് നമ്മുടെ ക്രിയാശക്തി തലം. അതുകൊണ്ട് നമ്മൾ മാനിഫെസ്റ്റേഷനൊക്കെ നമ്മൾ ഒരുപാട്, അതായത് ഈ ശരീര നിയന്ത്രണ തലം പോലെ മനുഷ്യന് അല്ലെങ്കിൽ ഈസിയായി കൈകാര്യം ചെയ്യാമെന്നെങ്കിൽ എല്ലാം ഈ പ്രപഞ്ചത്തിനെ മൊത്തത്തിൽ പിടിച്ച് ഇവിടെ കൊണ്ട് വെച്ചേനെ മനുഷ്യൻ. മനസ്സിലായില്ലേ? അതുകൊണ്ട് കുറച്ചും കൂടെ ഹൈയിൽ നിൽക്കുന്ന സാധനമാണ്. ഇവിടെ തെളിഞ്ഞ് പോകണമെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് കയറാൻ ഈസിയാണ്. കണക്ഷൻ ആവുന്നുണ്ടോ? 1 നമ്പർ ബോധ മനസ്സാണ്, 2 അങ്ങനെ നമ്പർ ഇടാം, അപ്പോൾ മനസ്സിലാവും. 2 ശരീര നിയന്ത്രണ തലമാണ്. ബോധ മനസ്സിൽ കൈകാര്യം ചെയ്യുന്നതിന് അത് നമുക്ക് ഈസിയാണ്. അതിൻ്റെ അല്പം മേലിലാണ് നിൽക്കുന്ന കുറച്ച് ഉപബോധ മനസ്സിലകത്തേക്ക് ചെല്ലാൻ പറ്റുന്ന ശരീര നിയന്ത്രണ തലമാണ്. നമുക്ക് പെട്ടെന്ന് നമ്മൾ വിചാരിച്ചാൽ പ്രവർത്തിപ്പിക്കാൻ പറ്റും, ബാലൻസ് ചെയ്യാൻ പറ്റും, ആവർത്തിച്ച് പഠിക്കാൻ പറ്റും. കൊച്ചു കുട്ടികളെ പോലും നമ്മൾ ആവർത്തിച്ച് അവരെ അല്ലെങ്കിൽ എത്തിക്കുന്നതിൻ്റെ കാരണം സ്മൃതിതലം എന്ന് പറഞ്ഞാൽ അനുഭവങ്ങളിലുള്ളതാണ്. അനുഭവങ്ങളിൽ പോസിറ്റീവ് കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ സ്ട്രെങ്തായി അവിടെ കുറച്ചുകൂടെ മേലിലോട്ടുള്ള സാധനമാണ്. പിന്നെ ഞാൻ പറഞ്ഞ ഈ ക്രിയാശക്തി തലം, നമ്മൾ പ്രവർത്തിക്കുന്ന തലം, ഈ 2 കാര്യങ്ങളും ആണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ വേണ്ടിയൊന്നും വളരെയധികം ആഴത്തിലുള്ള പ്രവർത്തനം അല്ലെങ്കിൽ കിടന്നിട്ട് ഇങ്ങനെ ഒരു ലോജിക്കും ഇല്ലാത്ത ഇമാജിനേഷനും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ടക്ക് 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 അവിടെ എത്താൻ പറ്റും. ഇതിനകത്തൂടെ കയറി ചെല്ലാൻ പറ്റും, പക്ഷേ എളുപ്പമല്ല. ഈ ലൈൻ മനസ്സിലാക്കണം. അതിൻ്റെ അടുത്ത തലമാണ് ഈ സൗഖ്യതലം. സൗഖ്യതലം എന്ന് പറയുന്നത് അവൻ്റെ ശരീരത്തിൻ്റെ നമ്മൾ എനർജി, നമ്മളുടെ ഉള്ളിലുള്ള എനർജി എടുക്കുക, മറ്റൊരു ആളിന് എനർജി സപ്ലൈ ചെയ്യുക, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു മെത്തേഡിലൊക്കെ ആ തലമാണ് അതിൻ്റെ മേലിൽ വരുന്ന തലം. അതിൻ്റെ മേലാണ്, അതുക്കും മേലാണ് ഏത്? ഈ സഹജ ജ്ഞാനതലം എന്ന് പറയണം. അപ്പോൾ ഉൾവിളിയൊക്കെ അവിടെ നിന്ന് എല്ലാ മനുഷ്യരും വിളിക്കുന്നുണ്ട്. പക്ഷെ ഉൾവിളി ഇനി ബോധതലത്തിൽ എത്തണമെങ്കിൽ എവിടെ നിന്ന് അരിച്ചരിച്ച് വരണം? ക്രിയാശക്തി തലം, അല്ല ഹീലിംഗ് ലെവല്, ഹീലിംഗ് തലം, സൗഖ്യതലം, സൗഖ്യതലത്തിൽ നിന്ന് ക്രിയാശക്തി തലം, ആ ക്രിയാശക്തി തലത്തിൽ നിന്ന് നമ്മളുടെ ഈ സ്മൃതിതലം, സ്മൃതിതലത്തിൽ നിന്ന് ശരീര നിയന്ത്രണ തലത്തിലെത്തി ആണ് നമ്മുടെ ബോധ മനസ്സിലെത്തുന്നത്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും വിഷയം കിടന്നാൽ നമ്മളെ തെറ്റായിട്ടുള്ള പല കാഴ്ചപ്പാടുകളും അഹങ്കാരവും അല്ലെങ്കിൽ മറ്റ് ഒന്നിനോടും വില കൊടുക്കാതിരിക്കുക, എനിക്കെല്ലാം അറിയാമെന്ന് തോന്നുക, ഇങ്ങനെ ബോധം ഇനി താഴെ നിൽക്കുന്ന സാധനമാണ്. ആ ബോധം എനിക്ക് ഭയങ്കര സപ്പോർട്ടാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഭയങ്കര അഹങ്കരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇല്ല ആളിന് ഇനി ബോധമായിട്ട് ഒന്നും കണക്ട് ചെയ്യാൻ പറ്റില്ല. സഹജജ്ഞാനത്തിൽ പറയുന്ന റിസൾട്ടുകൾ നമുക്ക് ഇവിടെ വന്ന് നമ്മളെ ഇവിടേക്ക് എത്തില്ല, ഇതിനകത്ത് പലതും ബ്ലോക്ക് ആവും. അപ്പോൾ മനസ്സിലായിക്കോളൂ, 1-2 മനുഷ്യന് ഈസി ആയിട്ട് കടന്നില്ല, മൂന്നാമത്തെ ഒരു അല്പം. അതിൻ്റെ അർത്ഥം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന പ്രപഞ്ചത്തിൻ്റെ നമ്മൾ ബോധ മനസ്സുമായിട്ട് ഒരു തരത്തിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ബോധ മനസ്സിൽ ചിലപ്പോൾ അനുഭവിക്കാൻ പറ്റും. അതാണ് ഈ കോസ്മിക് തലം എന്ന് പറയുന്നത്. മനസ്സിലാക്കിക്കോളണം, അത് പ്രപഞ്ചമായിട്ട് കണക്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഈ പ്രപഞ്ചമായിട്ട് കണക്ട് ചെയ്തും മനുഷ്യ മനസ്സുമായിട്ടും കണക്ട് ചെയ്തിരിക്കുന്ന ബോധതലവും തമ്മിലാണ് ഇതിൻ്റെ സെൻറ്ററിൽ നിൽക്കുന്നതാണ് ഈ 5 സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ 5 ഭാഗങ്ങൾ. മനസ്സിലായോ പറഞ്ഞേ? സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ 5 തലങ്ങൾ എന്ന് പറയുന്നത് ഈ തലങ്ങളുടെ ഒരു സൈഡ് എന്താണ്? ബോധതലവും, മറുതലം ഈ
ഇത് മനസ്സിലാക്കണം. ഒരു മധ്യത്തിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ഇത് അതിൻ്റെ കാറ്റ് കൂടി 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 ഇതിനൊക്കെ നമ്മൾ നിറം വെച്ചൊക്കെ പറയും. നിറത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ പല ഹീലിംഗ് ലെവലിലൊക്കെ തന്നെ നിറം വെച്ചിട്ട് ഈ നിറത്തിൻ്റെ ഇതിൻ്റെ ഒരു താളമാണ്. നമ്മളിത് മനസ്സിലാക്കിയാൽ പിടിയിട്ടു. അപ്പോൾ ഇതേപോലെ തന്നെ ഇനി ഇതിനെ വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ആശയം ഒരു ഇത് വരാം, നമുക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ വരാം, കുറച്ചുകൂടെ ചിന്തിക്കാൻ വേണ്ടി ഒരു ആശയം വേണമെങ്കിൽ നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാം. അതായത് ഉച്ചി തൊട്ട് നമ്മുടെ കുണ്ടലിനി എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ഇതുപോലെ അതായത് നമ്മുടെ ഉച്ചയല്ല പതപ്പ്, ഇവിടെ പതപ്പ് എന്ന് പറയും. പതപ്പ് തൊട്ട് എവിടെയാണ് നമ്മുടെ മൂലാധാരം വരെ ഇതിനകത്തുള്ളൊരു ഫിലമെൻ്റ് ഉണ്ട്. ഒരു ഫിലമെൻ്റ് പോയിട്ടുണ്ട്. ആ ഫിലമെൻ്റ് തന്നെയാണ് നമ്മൾ സുഷ്മിന. മനസ്സിലായില്ലേ? ഈ ഫിലമെൻ്റ് എപ്പോഴാണ് നൂന്നിരിക്കുന്നത് അപ്പോഴാണ് കറക്റ്റ് അതിനകത്ത് ആ എനർജിക്കലായിട്ടുള്ള കാര്യം. അതുകൊണ്ട് എല്ലാ മെഡിറ്റേഷനും നമ്മൾ ആ കറക്റ്റ് നൂന്ന് നിവർത്തി ഇരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ കാര്യം തന്നെ എന്തുകൊണ്ടാണ് അവിടെ കറക്റ്റ് എവിടെ ആയിട്ട് മൂലാധാരം എവിടെ ഏത് ചാർജിലാണ് വരുന്നത്? നെഗറ്റീവ് ചാർജിലാണ് വരുന്നത്. അതായത് എർത്തിലാണ് വരുന്നത്. മനസ്സിലല്ലേ? ഇവിടെ ഈ പറഞ്ഞ പദപ്പിലിരിക്കുന്ന ഗ്ലണ്ട് ഏതാ? പദപ്പിലിരിക്കുന്ന ഗ്ലണ്ട് എന്ന് പറയുന്നത് പീനിയൽ ഗ്ലണ്ടാണ്. അപ്പൊ പീനിയൽ ഗ്ലണ്ടും അഡ്രിനാൽ ഗ്ലണ്ടും കൂടെയാണ് എന്ത് ചെയ്യുന്നത്? കണക്റ്റഡ് വരുന്നത്. അഡ്രിനാൽ ഗ്ലണ്ട് ഇവിടെ ഇരിക്കുന്നില്ല, അതിന്റെ വാതല് മനസ്സിലല്ലേ വരുന്നത്. അപ്പൊ ഇതിനെ നിവർത്തിയാണ്. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഇതേപോലെ തന്നെ ചിന്തിക്കാം. ബോധ മനസ്സെന്ന് പറയുന്നത് നമുക്കൊരു ആശയം ഞാൻ വെച്ചാണ്, നമ്മൾ അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഒന്നുകൂടെ ഓർമ്മയിലേക്ക് നിർത്താനും ഇതുമായിട്ട് സാമ്യമില്ലേ എന്ന് ചിന്തിക്കാനും വേണ്ടി ഇങ്ങനെ പറയുമ്പോൾ അത് ചിലപ്പോൾ സാമ്യം ഉണ്ടാവാം, ഉണ്ടെങ്കിൽ എടുക്കാം. ഇങ്ങനെ ഇതിനെ ആണ് ഈ മനസ്സ് നിൽക്കുന്നത്. ഇത് നമ്മൾ പിടികിട്ടിക്കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചൊരു ഇതിൻ്റെ ഈ സിദ്ധി മൊത്തം കിട്ടാതെ അല്ല വിഷയം, അതിനെക്കുറിച്ച് അറിയുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു പകുതി, അതായത് എനിക്ക് തോന്നുന്ന ക്രിയാശക്തി തലത്തിൽ പോലും എൻ്റെ മൈൻഡ് വർക്ക് ഡെവലപ്പ് ആയിട്ടില്ല. പക്ഷെ അത് അറിയാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് പിടിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതൊന്നും ബാക്കിയുള്ള മേഖലയുടെ ഒന്നും നമ്മൾ കരസ്ഥമാക്കിയതിൻ്റെ ഭാഗമായിട്ടല്ല. ആ അറിയാവുന്ന ആ അറിവ് നമുക്കൊരു എനർജി തന്നെയാണ്. അപ്പം നമുക്ക് അറിയാമെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് ആവശ്യമുള്ള നമ്മുടെ മുന്നിൽ നമ്മൾ എടുത്തോളും. അറിയുക എന്നുള്ളതാണ് ആദ്യത്തെ. പിന്നെ അത് അനുഭവിക്കുക എന്നുള്ള. ഇതറിയാതെയാണ് നമ്മൾ പലരും അനുഭവിക്കാനായിട്ട് ഇറങ്ങുന്നത്. പലതരത്തിലുള്ള മെഡിറ്റേഷൻ, പലതരത്തിലുള്ള ചക്രാസ് ഓപ്പൺ ആക്കുന്നു, ഓറ ഓപ്പൺ ആക്കുന്നു, ഇങ്ങനെയൊക്കെ പറയുന്നതാണ്. ഇതൊക്കെ അവർ പോയിരുന്നത് അനുഭവിക്കുന്നു എന്നല്ലാതെ അതവർ അറിഞ്ഞിട്ടില്ല. മനസ്സിലായല്ലേ? അത് അറിയാത്തത് കൊണ്ട് തന്നെ അവർക്ക് പിന്നീട് അത് അനുഭവിക്കാനും പറ്റില്ല. അതിനെപ്പോഴും മറ്റൊരു മെൻറ്ററിൻ്റെ ആവശ്യം വരും, അല്ലെങ്കിൽ മറ്റൊരു മേഖല ആവശ്യം വരും. മനസ്സിലായില്ലേ? മീൻ പിടിക്കാൻ അറിയില്ല. മനസ്സിലായില്ലേ? മീൻ എവിടെ ഉണ്ടെന്നറിയില്ല, പക്ഷെ മീൻ കഴിച്ചിട്ടുണ്ട്, ആ ടേസ്റ്റ് അറിയാം. ഈ അവസ്ഥയാണ്. അപ്പം ഇതറിയുകയും അത് അനുഭവിക്കുകയും കൂടെ ചെയ്യുമ്പോഴാണ്. കാരണം അനുഭവിച്ച ഒത്തിരി പേര് ഞാനിതിൽ വിളിക്കുമ്പോഴത്തേക്ക് ഒരുപാട് പേര് ഇത്തരം മേഖലകൾ കഴിഞ്ഞു വന്നവരാണ്. ഞാൻ അവരെയൊക്കെ ബഹുമാനിക്കുന്നു. ഞാൻ അത് മോശമായിട്ട് അല്ലെങ്കിൽ അത് ഇല്ല. പക്ഷേ ഞാൻ പോയിട്ടില്ല, അത്തരം മേഖലകളിൽ പോയിട്ടില്ല. അതിനേക്കാൾ കൂടുതൽ മേഖലകളിൽ പോയവർ നമ്മുടെ ഈ ക്ലാസ്സിൽ ഇപ്പോൾ ഇരിക്കുന്ന ലൈവിൽ ഇരിക്കുന്നവരിൽ വരെയുണ്ട്. അപ്പം ഞാനത് എന്നല്ല, പക്ഷെ അത് അറിഞ്ഞുകൊണ്ട് അനുഭവിക്കുമ്പോഴും ഒരു പഴയൊരു കഥ ഉണ്ട്. അതാണ് ഒരു വയറ് വിശന്നിരിക്കുന്ന ഒരാളിന് ഒരു ദിവസം മീൻ കൊണ്ട് കൊടുത്തു. ഒരു മീനിൻ്റെ കഥയാണ്. അത് ഞാൻ പെട്ടെന്ന് ആശയം ഇതിലേക്ക് വന്നിട്ട് ഞാനത് അത് പറഞ്ഞാണ്, കേട്ടിട്ടുണ്ടാവും. മീൻ വിശന്നിരുന്നപ്പോഴത്തേക്ക് ഒരു മീൻ പിടുത്തക്കാരൻ മീൻ കൊണ്ടുവന്ന് എന്ത് ചെയ്ത് കൊടുത്തു. പിറ്റെന്നും കൊടുത്തു, അതിൻ്റെ പിറ്റെന്നും കൊടുത്തു. പക്ഷെ ആ ആള് മറ്റേ ആളിനോട് കാണിച്ച ചതിയാണ്. ഒരു ദിവസം വിളിച്ചുകൊണ്ട് പോയിട്ട്, ഇതാണ് പുഴ, ഇതിൻ്റെ അകത്താണ് നിനക്ക് എന്നും തരണം മീനുള്ളത്, ഇതാണ് വല, ഇങ്ങനെ കൈ ഇറക്കി എറിഞ്ഞാൽ കിട്ടോടെ നമ്മൾ പറഞ്ഞെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് പഠിപ്പിച്ചിരുന്നെങ്കിൽ ആ പുള്ളിക്ക് എന്ത് ചെയ്യുന്നു, പിന്നെ ഒരുത്തനെയും താങ്ങാതെ ഇത് ചെയ്യാതെ. ചില ബുദ്ധിമാന്മാരുണ്ട്, മനസ്സിലല്ലേ? വല മീൻ കുളം കാണിച്ചു കൊടുക്കും, മീൻ ഇതിലാണ് ഉണ്ടെന്ന് പറയും, പക്ഷെ വല കാണിച്ചു കൊടുക്കില്ല, വല ഇട്ട് കൊടുക്കില്ല. മനസ്സിലല്ലേ? ഇപ്പം ഏതെങ്കിലും ഒരു വകുപ്പിലൂടെ ഇപ്പം നാളെ എൻ്റെ അടുത്ത് തന്നെ വരണം. മനസ്സിലായില്ലേ? ചില ആൾക്കാരെന്ന് പറയുന്നത്
വല കാണിച്ചു കൊടുക്കും, ഇത് ഇങ്ങനെയാണ് എറിയാനുള്ളതെന്ന് കാണിച്ചു കൊടുക്കും, പുഴ കാണിച്ചു കൊടുക്കില്ല. മനസ്സിലായില്ലേ? ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മളെ ഒരു വശത്ത് നമ്മളെപ്പോഴും ആശ്രിതരായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലിട്ട് അങ്ങനെ ഉള്ള, പ്രത്യേകിച്ച് പൊളിറ്റീഷ്യൻസിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനൊരു കുറ്റം പറയല്ല, പക്ഷെ നിലവിൽ സാധാരണ ജനങ്ങളോട് കാണിക്കുന്ന കാര്യങ്ങൾ പറയാണ്, ദയവേത് അതിന് നെഗറ്റീവായിട്ട് എടുക്കരുത്. പൊളിറ്റീഷ്യൻസിലൊക്കെ കൂടുതൽ അത്തരം ചില കാഴ്ചപ്പാടുകൾ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനിത് വന്ന് മനസ്സിൻ്റെ പറഞ്ഞപ്പോൾ അതുകൂടെ പറഞ്ഞാണ്. അപ്പോൾ ഓക്കെ, ഞാൻ 10 മണിയായി, 10:03 5 മിനിറ്റ് കൂടെ, 8 മിനിറ്റ് കൊണ്ട് 8 മിനിറ്റ് ആകുമ്പോൾ ഞാനൊരു ഈ തത്വങ്ങളെ ചെറുത്ത, കാരണം എനിക്ക് അടുത്ത നാളെ മുതൽ നിങ്ങൾ ചർച്ചയിൽ മാക്സിമം കേൾക്കുന്നവർ എന്തെങ്കിലും പറയണം. എനിക്ക് ആദ്യത്തെ ഈ ലെവലുകൾ ഫ്രോണ്ടൽ ലോബിനെ കുറിച്ചും ഈ റെപ്റ്റീലിയൻ ബ്രെയിനെ കുറിച്ചും ലിംബിക് ബ്രെയിനെ കുറിച്ചും ഒന്നും പറയേണ്ട ആവശ്യമില്ല. ആദ്യത്തിൽ അതൊക്കെ പറയണം. എന്തുകൊണ്ടാണ് ഈ സാധനം നിങ്ങൾ ഇത് ഇത്രയൊക്കെ അറിഞ്ഞാലും ശരി, ഫ്രോണ്ടൽ ലോബ് ഓപ്പണായി അതിനകത്ത് സംസാരിച്ചും അല്ലെങ്കിൽ അതിനെ ക്രിയാശക്തി തലത്തിൽ അല്ല, അതിനെ പ്രവർത്തിപ്പിച്ചാൽ മാത്രമേ ഈ പറഞ്ഞ ക്രിയാശക്തി തലം ഡെവലപ്പ് ആവൂ. ഫ്രോണ്ടൽ ലോബ് ഓപ്പൺ ആയാലേ നിങ്ങളുടെ പ്ലാനുകൾ ഓപ്പൺ ആവുള്ളൂ. പ്ലാനുകൾ എവിടെയാണ് ചെയ്യുന്നത്? നാളത്തേക്കുള്ള ഏത് കാര്യം ചെയ്യണമെങ്കിലും ഫ്രോണ്ടൽ ലോബ് ഓപ്പൺ ആവണം. ഞാൻ ഞാൻ ഇതാക്കിത്തരും അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റും എന്ന് ഞാൻ തുടക്കം മുതൽ പറഞ്ഞു തരുമോ? അത് എൻ്റെ കഴിവുകൊണ്ടല്ല. അവിടെ ഈ ഫ്രോണ്ടൽ ലോബ് എന്ന് പറഞ്ഞൊരു അടപ്പങ്ങ് തുറന്നാ മനസ്സിലായില്ലേ? എങ്ങനെയെങ്കിലും നിങ്ങൾ അതങ്ങ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അവിടെ നിന്നിട്ട് അതായത് ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷൻ ഒക്കെ നടന്നോളും. പിന്നെ നമ്മൾ ആവശ്യം അനുസരിച്ച് നമുക്കത് ചെയ്തോളാം. അപ്പം ഞാനത് പറഞ്ഞത് 4 മിനിറ്റായി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനകത്ത് കേൾക്കുന്നവരെന്ത് ചെയ്യുക, കൃത്യമായിട്ടും പറഞ്ഞു പോകണം. പറഞ്ഞു പോയാൽ റിസൾട്ടാണ്. എന്തെങ്കിലും ചർച്ചകൾ ചെയ്ത് പോകണം. അത് തെറ്റായിരിക്കും. അവിടെ ശ്രീലാൽ സാറൊക്കെ ഇന്ന് വളരെ കാര്യങ്ങളാണ് സംസാരിച്ചത്. അത് സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് എൻ്റെ അടുത്ത് പേഴ്സണലി പറഞ്ഞാണ്. ഞാൻ പറഞ്ഞു, എന്നെ പേഴ്സണലി വിളിക്കുന്ന എല്ലായിടത്തും ഞാൻ ഞാൻ ആക്ഷൻ എടുത്ത് തന്നെയാണ് പറയണത്. ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് പറയണത്. പറഞ്ഞേ പറ്റൂ. ഗ്രൂപ്പിൽ ഞാൻ ചെന്ന് പറയുന്നത്, എന്നെ വിളിച്ചിട്ട് സാറേ എനിക്ക് പറ്റുന്നില്ല സാറേ, ഫോണിൽ വിളിയല്ല, മെസ്സേജ് അയക്കുകയാണ്. അയ്യോ, അതെടുത്ത് ഇതിനകത്തോട് ഷെയർ ചെയ്താൽ മതി. അത്രയ്ക്ക് ക്രിയാത്മകപരമായിട്ട് ഭയങ്കര ഭാവനാപരമായിട്ടാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. എന്തിനല്ല, എനിക്ക് ഇതിനകത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് എൻ്റെ ഫ്രോണ്ടൽ ലോബ് ഓപ്പൺ അല്ല, എനിക്ക് ഇമാജിനേഷൻ വരുന്നില്ല, ക്രിയേറ്റിവിറ്റി വരണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യത്തിൽ ഗ്രൂപ്പിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നവർക്ക് പോലും ഇത്ര ഇമാജിനേഷനോട് പറയാൻ പറ്റുന്നില്ല. അത്ര ലെവലിലാണ് പറയുന്നത്. അപ്പോൾ അവിടെ എന്തായിരുന്നു പ്രശ്നം? സീരിയസ്ലി ഇത്രയും ആൾക്കാർക്ക് എൻ്റെ ഗ്രൂപ്പിലേക്ക് ഇടുന്ന അതേപോലെ വാട്സപ്പിലെ ഒരു വിൻഡോ ആണല്ലോ ഈ പറഞ്ഞ ഗ്രൂപ്പും എൻ്റെ പേഴ്സണലി ഇരുന്ന കണക്ക്. അല്ല, അതിനകത്തെങ്കിലും നമ്മളിങ്ങനെ നോക്കുമ്പോൾ വലിയൊരു ആളിരിക്കണം. ഇല്ല, അതിലുണ്ടാകുമല്ലോ, ആൾക്കാർ ഇത്രയും പേരുണ്ടാകുമല്ലോ എന്ന ഒരു ചിന്ത മാത്രമാണ്. ഇത്രയും പേരത് കേൾക്കുമല്ലോ. അല്ലെങ്കിൽ ഒരു വേദിയിൽ ചെന്നിറങ്ങിയിട്ടാണ് ആ പേടിക്കണമെങ്കിൽ ശരി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതെല്ലാം നോട്ടായി തരില്ലേ? നോട്ട് വരില്ലേ? വരും സാറേ, വരും. അത് ഇന്നലെ കുറച്ച് ഇട്ടിട്ടുണ്ട്, ഇന്ന് ഇട്ടിട്ടുണ്ട്, നാളെ ഇടും, മറ്റന്നാളിടും. ഈ ഓരോ സ്റ്റെപ്പ് ഇടും. എന്നിട്ട് ലാസ്റ്റ് ഇത് മൊത്തത്തിലുള്ളത് നമുക്ക് ചെയ്യാം. പുതിയൊരു ഏരിയ ആയത് കാരണം ഇതിന്റെ ഒരു തോട്ടിന്റെ ഒറിജിൻ എവിടെ നിന്ന് വരണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു കൺഫ്യൂഷനാണ്. ഇതുവരെ ചിന്തിക്കാത്ത ഒരു കാര്യമാണല്ലോ. അപ്പൊ ഈ ഒരു ചിന്തയുടെ ഒറിജിൻ എവിടെ നിന്നാണെന്ന് ഇതുവരെ കയ്യിൽ കിട്ടുന്നില്ല. ഓ ശരി. ഒരു വലിയ ഇതൊക്കെയല്ലേ. ഒറിജിനൽ ആണോ സ്റ്റാർട്ടിംഗ് ആണോ സാർ ഉദ്ദേശിച്ചത്? സ്റ്റാർട്ടിംഗ് എവിടെ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്നത്. ഇത് ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയണം, ചർച്ചയെ കുറിച്ച് ഞാൻ എത്ര പറഞ്ഞാലും കാരണം സംസാരിച്ചത് കൊണ്ട് ഒരു കാലത്ത് മണ്ടെന്ന് വിളിച്ചിരുന്നതാണ് സത്യത്തിൽ. മനസ്സിലായില്ലേ? കാരണം എന്താണ്, എല്ലാത്തിലും മണ്ടത്തരം പറയുന്ന ആളായിരുന്നു. പക്ഷെ ആ മണ്ടത്തരം പിന്നീട് അത് ഗുണം ചെയ്തു. മനസ്സിലായില്ലേ? കാരണം എന്താണ്, എല്ലാത്തിലും അഭിപ്രായം പറഞ്ഞിരുന്നു ഞാൻ അന്ന്. അത് ലൈഫിൽ പിന്നീട് എല്ലാത്തിലും അഭിപ്രായം പറഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞ വിഷയങ്ങളിലൊക്കെ ഓൾറെഡി എൻ്റെ ന്യൂറോണിന് ബന്ധമുണ്ട്. ഇതില് ഏതെങ്കിലും ഒരു റഫറൻസ് 1-2 ഗ്രന്ഥങ്ങളോ ബുക്കുകളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാമോ? പറഞ്ഞതിന്
ഇപ്പം പറഞ്ഞു തരണോ? അല്ല, ഇത് നമ്മൾ സ്വന്തമായി വിലയിരുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതനുസരിച്ചുള്ള ഇപ്പോൾ ഒരുപാട് ബുക്കുകളുണ്ട് ഈ പറയുന്നതായിട്ട് ബന്ധപ്പെട്ട്. ഇതെന്ത് ചെയ്യുക, ഇത് ഇങ്ങനെ, കാരണം മറ്റൊരു ഇതിൽ ഇപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ആ സ്ഥലത്തെ എന്ത് ചെയ്യുക, ഉപബോധ മനസ്സിൻ്റെ ഈ ക്രിയാശക്തി തലത്തിലുള്ള പ്രവർത്തനങ്ങൾ, സ്മൃതി തലത്തിനകത്ത് അതിനകത്തുള്ള കാര്യങ്ങൾ നോക്കുക. എന്നിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുന്ന കാര്യത്തിനകത്തുണ്ട്, നമ്മൾ ഓരോരുത്തരും പഠിച്ചിരിക്കുന്ന കാര്യത്തിനകത്ത് ഈ കാര്യങ്ങളുണ്ട്. സബ് കോൺഷ്യസ് മൈൻഡിന്റെ 5 തലങ്ങൾ. അതെ, പക്ഷെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ 5 തലങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ 5 തലങ്ങൾ അതായത് ഇതിനകത്തുള്ളവർ നിങ്ങൾ ഇന്റർനാഷണൽ ലെവലിൽ ക്ലാസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോട്ടറിയാണ് ഈ 5 ലെവലിൽ പറഞ്ഞ. കാരണം അവർക്ക് ലോജിക്കലി മനസ്സിലാക്കാൻ പറ്റുന്നതും അവർക്ക് ഇന്നലെ വരെ കിട്ടാതിരുന്ന കാര്യമാണ്. മനസ്സിലായോ? അത് ഒരു പക്ഷേ പഴയകാല ദർശനങ്ങളുടെയൊക്കെ ഭാഗങ്ങളായിട്ട് രൂപപ്പെട്ട കാര്യമാണ് ഈ 5ആയിട്ടൊക്കെ. ഈ 5ഒന്നും അല്ല, ഇതിനെ വീണ്ടും തിരിക്കും, വീണ്ടും 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 തിരിക്കാം. അതൊക്കെ നമ്മൾ മനസ്സിൽ പല പേരുകളിൽ പല സ്ഥലങ്ങളിലും ഹലോ തന്ത്രത്തിൽ പറയുന്ന ഈ 36 തത്വങ്ങൾ ഉണ്ടല്ലോ, അതുമായിട്ട് ഇതിന് ബന്ധമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഈ ബന്ധമുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് ആ 36 തത്വങ്ങൾ അറിഞ്ഞൂടാ. അതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ ഉണ്ടാകും. അല്ല, ഈ 36 തത്വങ്ങൾ പറഞ്ഞെങ്കിൽ ചിലപ്പോൾ കാണും, ഇത് കാണാൻ ഇതിനെ ഒഴിവാക്കാൻ പറ്റില്ല. ഞാനിത് പല ഗ്രന്ഥങ്ങളിലും പല സ്ഥലങ്ങളിൽ നിന്നും എനിക്കിത് വീണ്ടും വീണ്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഞെട്ടിയിട്ടുണ്ട്. പക്ഷെ പല പേരുകളിലൊക്കെ ആയിരിക്കും, പക്ഷെ സ്വഭാവം ഇതാണ്. മനസ്സിലായോ മാഷേ? സുനിൽ മാഷേ? മനസ്സിലായി. അപ്പൊ ഇത് മനസ്സിലാക്കിയാൽ അതാണ് പറഞ്ഞ, അത് നിങ്ങളുടെ മനസ്സുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഏത് ദർശനങ്ങൾക്കും ഏത് മതങ്ങൾക്കകത്തും ഇതിനെ കാണും. വ്യത്യസ്തമായ രീതികളിലാണ് അവിടെ പറയപ്പെടുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ പറയാൻ വന്നത് 9 8 പറഞ്ഞിട്ട് പ്രധാനപ്പെട്ട ആ തത്വങ്ങൾ 2-3 തത്വങ്ങൾ പറയാം. ഊർജ തത്വം, ഈ ഇതിനെ അറിഞ്ഞിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഊർജ്ജതത്വം. അത് പല രീതിയിലും നമ്മൾ പറയുന്നത് ഊർജ്ജതത്വം. ഇതുവരെയും ആ ഒരു ആത്മീയതയ്ക്കോ അല്ലെങ്കിൽ ഭൗതികതയ്ക്കോ തള്ളിക്കളയാൻ പറ്റാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഊർജ്ജതത്വം. ഇവർക്ക് രണ്ടുപേർക്കും തള്ളിക്കളയാൻ പറ്റില്ല. ഇവിടുത്തെ എല്ലാം ഊർജ്ജത്താൽ നിർമ്മിതപ്പെട്ടിരിക്കുന്നതാണ്. എല്ലാവർക്കും അറിയാവുന്നൊരു കേസാണ്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ എവിടെ ഊർജ്ജം ഉണ്ടോ അവിടെ എന്തുണ്ട്? ഊർജ്ജമുള്ള സ്ഥലത്ത് കാന്തികതയുണ്ട്. ഊർജ്ജമുള്ള സ്ഥലത്ത് കാന്തികതയുണ്ട്. അപ്പോൾ ഊർജ്ജ തത്വമുണ്ട്, കാന്തിക തത്വമുണ്ട്. ഈ തത്വങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനുള്ള. അതേ അടുത്തത് ആശയതത്വം. നമ്മളുടെ ചിന്തയുടെ സൂക്ഷ്മമായ ഊർജമാണ് ചിന്ത. ആ ചിന്തയുടെ കൂട്ടമാണ് ആശയതത്വം. പിന്നെ വരുന്ന എന്താണ്? ശ്രദ്ധാതത്വം. ഇതിന്റെ വിശദീകരിച്ച് വരും പഠിക്കണ്ട, വിശദീകരിച്ച് നമ്മൾ പറഞ്ഞുള്ളൂ. പക്ഷെ ഈ സാധനം നമ്മളെ മനസ്സിൽ ഒന്ന് കരുതിയേക്കണം. അപ്പോൾ നമ്മളെടുക്കുന്ന ഒരു തീരുമാനം ചിന്ത കൊണ്ടാണ് എടുത്തത്. ചിന്തകൾ കൊണ്ട് ആശയമാക്കി ആ ഊർജമാണ് തീരുമാനം. ആ തീരുമാനത്തിൽ എന്തുണ്ട്? നമ്മളുമായിട്ടൊരു കാന്തികതയുണ്ട്. ഇത് വിശ്വസിക്കപ്പെടും. നമ്മളെടുത്ത തീരുമാനത്തിൽ നമ്മളുമായിട്ടൊരു കാന്തികതയുണ്ട്. ഓക്കെ, ആ കാന്തികതയിൽ എന്തുണ്ട്? ശ്രദ്ധ കൊടുത്താൽ ശ്രദ്ധ എങ്ങോട്ടാണോ നിൽക്കുന്നത് അങ്ങോട്ടായിരിക്കും ആ കാന്തികതയുടെ ഊർജവും ഉണ്ടാവുക. അവിടെ നേരത്തെ പറഞ്ഞ നോർത്ത് പോളാണോ സൗത്ത് പോളാണോ ഓപ്പോസിറ്റിൽ അടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ ഏതൊരു ചാലകം കട്ട് ചെയ്താലും ആ കട്ട് ചെയ്യുന്ന ഭാഗത്തുനിന്ന് നോർത്തും സൗത്തും തിരിയും. ആ കട്ട് ചെയ്ത അതേ ഭാഗത്ത് വെക്കുകയാണെങ്കിൽ മാത്രമേ ആകർഷണം ഉണ്ടാവൂ. തിരിച്ച് വെക്കുകയാണെങ്കിൽ നോർത്തും വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സൗത്ത് പോളും വെക്കുകയാണെങ്കിൽ വികർഷിക്കുകയുള്ളൂ. നോർത്തും സൗത്തും തന്നെ എപ്പോഴും വെക്കുമ്പോഴാണ് അത് ആകർഷിക്കുന്നത്. അപ്പോൾ കാന്തികത നമ്മുടെ ചിന്തകൾ കൊണ്ട് ഊർജമായ ചിന്തകൾ കൊണ്ട് ഊർജമായ ആശയത്തിൽ നിന്ന് ഉണ്ടായ ഈ 2 കാര്യങ്ങളെ എടുത്തു വെക്കുമ്പോൾ ഓപ്പോസിറ്റ് ആണെങ്കിൽ തീർച്ചയായും അകന്നേ പോവുള്ളൂ. അത് അല്ല അനുകൂലമായിട്ട്, അതായത് പരസ്പരം ആകർഷിക്കുന്ന രീതിയിലാണെങ്കിൽ അത് യോജിക്കണം. ഇത് നമുക്ക് അറിയാൻ പറ്റും. അത് ചില തീരുമാനങ്ങൾ എടുത്ത് നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക? അവിടെ ചേഞ്ച് ചെയ്തിരിക്കണം. ആവർത്തിച്ച് നടന്നില്ലെങ്കിൽ പിന്നെ നടത്താൻ വേണ്ടി നിർബന്ധപൂർവ്വം എന്ത് ചെയ്യരുത്? കിടന്ന് സ്ട്രെയിൻ കൊടുത്ത് മനസ്സിനെ അങ്ങ് നമ്മളെപ്പോലും വെറുപ്പിക്കുന്ന രീതിയിൽ കൊണ്ടുപോകാതെ
മനസ്സിലാക്കുക. ഇപ്പുറത്തിരിക്കുന്നത് നോർത്താണ്, അപ്പുറത്തിരിക്കുന്നത് നോർത്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു കാന്തം എടുത്ത് തിരിച്ച് സൗത്ത് ആക്കി കൊടുക്കും. അതങ്ങ് ആകർഷിച്ചോളൂ. മനസ്സിലായി? അവിടെ ചേഞ്ച് വരുത്താണ്. ഇത് ആവർത്തിച്ച് 2-3 തവണ ആകുമ്പോൾ നടന്നില്ലെങ്കിൽ മനസ്സിലാക്കുക, ചേഞ്ച് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ? അപ്പൊ പിന്നെ രൂപാന്തര തത്വം, മാറ്റങ്ങൾ ആവശ്യമാണ്, മാറ്റങ്ങൾ നടന്നിരിക്കും. അപ്പൊ ഇത്രയും മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം. എന്താ? തീർച്ചയായിട്ടും നല്ല കാര്യം. അല്ലെങ്കിൽ നമ്മളുടെ ഒരു ടൈം കൃത്യത ഇല്ലായ്മ, അത് പലതരത്തിൽ. നമ്മളൊരു 120 ദിവസം സഞ്ചരിക്കാനുള്ളതല്ലേ. അവസാനത്തെ 20 ദിവസം നമുക്ക് ഇഷ്ടമുള്ള കണക്കൊക്കെ ഇരിക്കാം. എന്താ? ഇപ്പോഴത്തെ 20 ദിവസമേ നമ്മൾ ഇഷ്ടമുള്ള കണക്കിരുന്നതിന് ബാക്കി ഈ 100 ദിവസം ഒരു ആത്മാർത്ഥയില്ലായിപ്പോയാലേ 100 ദിവസം നമുക്ക് അങ്ങനെ പോവാം. ഓക്കെ, ഇപ്പോഴും തന്നെ ഗ്രൂപ്പിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കിട്ടും. ഓക്കെ ഓക്കെ അപ്പൊ ശരി, ഓക്കെ ഓക്കെ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ. സുനിൽ സാറേ, സുനിൽ രാമൻ സാറേ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സാറേ, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സാറേ. ഓക്കെ. സാറേ ഗുഡ് നൈറ്റ്. ഹലോ സുനിൽ രാം സാർ. നമസ്തേ. ഞാൻ പോയില്ല. ഞാൻ നോക്കുകയായിരുന്നു. അതൊരു തമാശ രൂപേണ അങ്ങ് പെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഞാനത് എനിക്ക് കുറെ ശ്രദ്ധ വേണ്ട ക്ലാസ് ആണ്. കുറച്ചുകൂടെ ഒക്കെ മനനം ചെയ്യണം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ കുറെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ. ഒന്ന് പയ്യെ മാറ്റിയിട്ട് വേണം കാര്യങ്ങള് ഇതൊന്ന് ചെയ്യാൻ. കുറെ ഈ എന്താ പറയാ, ഈ കുറെ ഈ വള്ളിക്കെട്ടുകൾ എന്നൊക്കെ പറയല്ലേ, കുറെ കാര്യങ്ങളില്ല, ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ അയച്ചെടുത്തോണ്ടിരിക്കുക.